السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار الملك الجبار العزيز الغفار الصمد القهار. اللهم صل على سيدنا محمد النبي المختار وآله الأطهار وأصحابه الأخيار وأتباعه الأبرار. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. وقال نبينا وحبيبنا وقائدنا وقدوتنا وثمرة فؤادنا وقطعة كبدنا محمد المصطفى صلى الله عليه وسلم. من سره أن يبسط له في رزقه وينسأ له في أثره فليصل رحمه. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ألف الألف نظاما مدعي على العال أول سطور باسمي لقي بدي القال قال لا إله إلا الله لا إله إلا الله لا إله إلا الله
മുഹമ്മദ് റസൂലുള്ളാഹ് അഹ്മദുല്ലാഹ് മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മൻ ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മനാമോ ഹമ്മദീനെ ഓത്തിനായച്ചില്ല ഓമനിക്കാൻ ബാപ്പ വേണോ ബാപ്പ ജീവിച്ചില്ല ബലഗൽ മോദാഗു ഫീ ഔസാഫിഹി ഫമാ ബലഗ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد റസൂലുള്ളാഹ് ആമിന ബീവിന്റെ ഖൽബിൽ നമ്പരം പേരൂത്തേ ആറ്റലായ മോനയോത്തേ സങ്കടം പേരൂത്തേ തഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബഅൻ വിദാദി ത്വാഹ താലിയല്ലി താലിതാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഇവിടെ സ്വാഗത ഭാഷണം നടത്തുകയും ഈ നാട്ടിൻ്റെ വൈജ്ഞാനിക മേഖലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അഭിനന്ദനായ ഉസ്താദ് മഹമ്മൂദ് സാദി അവറുകളെ, അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടന ഭാഷണം ചെയ്ത് നമ്മോട് അഭിസംബോധന ചെയ്ത ഒരുപാട് കാലം ഇവിടെ ഈ പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഉസ്താദ് ഹസൈനാർ ഉസ്താദ് അവറുകളെ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായ ബഹുവന്യരായ പണ്ഡിതന്മാരെ, ഈ മഹല്ല് ജമാഅത്തിൻ്റെയും ഖുതുബിയ്യത്ത് കമ്മിറ്റിയുടെയും കമ്മിറ്റി ഭാരവാഹികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ കാരണവന്മാരെ, ജേഷ്ഠാനുജന്മാരെ, എന്നെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ ഇബാദികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും സകലമാന പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൃപ കൊണ്ട് പുറത്തു തന്ന് അവൻ്റെ റഹ്മത്തും ബറക്കത്തും ചൊരിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരെയും
ഞങ്ങൾ അഹലുകാരെയും നീ പെടുത്തണേ അല്ലാ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഖുതുബിയ്യത്തിന്റെ വാർഷികമായി 49ാമത്തെ വാർഷികമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കപ്പെടുന്നത്. ഇനിയും നാളെയും മറ്റന്നാളുമായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഖുതുബിയ്യത്തിന്റെ മഹാവാർഷികം, അതിന്റെ ഉദ്ഘാടന ദിവസമാണിന്ന്. വേദിയിലും അതുപോലെ തന്നെ സദസ്സിലൊക്കെ പേരെടുത്ത് പറയപ്പെടേണ്ട ഒരുപാട് വ്യക്തികളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഈ ഭാഷ വായിക്കാൻ അറിയില്ല. ഈ നോട്ടീസ് എനിക്കിത് വായിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെയും പേര് പറയാത്തത്. ഞാനിതിൽ കുറെ തെരഞ്ഞു നോക്കി ഏതാണ് അലി അക്ബർ വാക്കവി എന്ന്. അതന്നെ എനിക്കിതിൽ നിന്ന് മനസ്സിലാവണില്ല. അലി അക്ബർ വാക്കവി ഇതിൽ ഏതാന്ന് ഞാൻ കുറെ നോക്കി. പിന്നെ ഞാൻ 1ാമത്തെ ദിവസമാണല്ലോ എന്നുള്ളതൊക്കെ ഞാൻ ഊഹിച്ചു ഇതിൽ ലാസ്റ്റത്തെ അല്ലേ. എനിക്ക് ആ എല്ലാ അക്ഷരവും ഒരുപോലെ തോന്നുന്നത്. അപ്പൊ കന്നഡ അറിയാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നേരത്തെ ഇവിടെ എല്ലാവരും നോട്ടീസിൽ നോക്കി പേര് വായിക്കുന്നതൊക്കെ പോലെ തോന്നി. പക്ഷെ എനിക്ക് അത് വായിക്കാൻ അറിയാത്തത് കൊണ്ട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സന്തുഷ്ട കുടുംബം എന്നുള്ള മഹത്തായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായും നാം എല്ലാവരും കുടുംബ ജീവിതം നയിക്കുന്നവരാണ്. കുടുംബം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും വലിയ ഒരു അടിത്തറയാണ്. ജീവിതത്തിന്റെ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും വലിയ ഒരു അടിത്തറയാണ് കുടുംബം എന്നുള്ളത്. കുടുംബം എന്ന മലയാള പദത്തിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണം. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ അത് കുടുംബമാവുക. അത് സന്തുഷ്ടമാവുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിലെ സന്തോഷത്തിനും പാരത്രികമായിരിക്കുന്ന ജീവിതത്തിന്റെ വിജയത്തിനും അത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സംബന്ധിയായി പറഞ്ഞ ധാരാളം ഹദീസുകളുണ്ട്. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ ബഹുമാനപ്പെട്ട ഹസൈൻ ഉസ്താദ് പറഞ്ഞതുപോലെ ആയുഷ് കിട്ടാനും ബറക്കത്ത് കിട്ടാനും കുടുംബജീവിതം നന്നാവണമെന്ന് ഉസ്താദ് ഊന്നി പറഞ്ഞു. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വിശാലത കിട്ടാൻ, ബറക്കത്ത് കിട്ടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവോ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ, പോരാ, വയുൻസഅ ലഹു ഫീ അഥരിഹി, അവന്റെ ആയുസ്സിൽ അവനിക്ക് ദീർഘായുസ് കിട്ടാൻ, ബറക്കത്ത് കിട്ടാൻ, ഒരുപാട് കാലം ജീവിക്കാനും ജീവിക്കുന്ന കാലം അത്രയും സൽക്കർമ്മം ചെയ്ത് ജീവിക്കാനും, അതാണ് ആയുസ്സിലുള്ള ബറക്കത്ത്. ആ ജീവിക്കുന്ന കാലം അത്രയും നല്ല സൽക്കർമ്മത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൽയസിൽ റഹിമഹു,
അവന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കച്ചവടം ഉണ്ടാവും, ഇഷ്ടം പോലെ സമ്പാദ്യം ഉണ്ടാവും, ഇഷ്ടം പോലെ ഭൂസ്വത്തുക്കളുണ്ട്, നല്ല വരുമാനമുണ്ട്. പക്ഷേ പലരും പറയാറുണ്ട്, ഉസ്താദേ ഒരു സന്തോഷമില്ല ജീവിതത്തിൽ, ബറക്കത്ത് കിട്ടണില്ല. അത്തരക്കാരുടെ പലരുടെയും ജീവിതത്തിലേക്ക് നാം ഓരോരുത്തരും, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു പക്ഷേ അതിന് കാരണം കുടുംബ ബന്ധം വിച്ഛേദിച്ചതായിരിക്കാം. എല്ലാം ഉണ്ട് ഉസ്താദേ, എല്ലാ സൗകര്യങ്ങളുണ്ട്, പക്ഷെ സന്തോഷമില്ല, സമാധാനമില്ല, ബറക്കത്തില്ല, ഐശ്വര്യമില്ല. എപ്പോഴും രോഗങ്ങളാണ്, എപ്പോഴും പ്രയാസങ്ങളാണ്. പലരും ഒന്ന് എത്തി നോക്കിയാൽ അതിന് കാരണം കുടുംബ ബന്ധം മുറിച്ച എന്തെങ്കിലും ഒന്ന് നാം അറിയാതെയോ അറിഞ്ഞോ കിടക്കുന്നുണ്ടാകും. മഹാനായ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹീഹായ ഹദീസാണിത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹബീബിന്റെ വാക്കാ, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് തന്റെ റിസ്ഖില്, തന്റെ കച്ചവടത്തിൽ, തന്റെ ജോലിയിൽ, തന്റെ ഭക്ഷണത്തിൽ, തന്റെ ദൈനംദിന പ്രവർത്തനങ്ങളില് ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? വയുൻസഅലഹു ഫി അഥരിഹി. അവന്റെ ആയുസ്സില് നല്ല ബറക്കത്ത് വേണോ? ഹബീബിന്റെ ഉപദേശമാ, സ്വാദിഖുൽ മസ്തൂഖിന്റെ വാക്കാ, ഫല്യസിൽ റഹിമഹു. അവന്റെ കുടുംബ ബന്ധം അതേ അവൻ ചേർത്തിക്കൊള്ളട്ടെ. കുടുംബ ബന്ധം മുറിക്കാതെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ അവനിക്ക് സാധിച്ചാൽ അവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമ്മളെ കുടുംബ ജീവിതത്തിൽ യാ അല്ലാഹ് സന്തോഷം നൽകണേ അല്ലാഹ്. ഏതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കുടുംബം? കുടുംബം ഒരു വിശാലമാണ്, കുടുംബ വിശാലമാണ്. എല്ലൊന്നും പറയാന് ഏകദേശം നമ്മുടെ ഈ സമയം കൊണ്ട് കഴിയുന്ന എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. എങ്കിലും കുടുംബത്തിന്റെ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാതാപിതാക്കൾ, മക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, ജാട്ടാനുജന്മാര്, സഹോദരന്മാര്, സഹോദരിമാര്, മൂത്തമ്മമാര്, അമ്മായിമാര്, അമ്മോഷന്മാര്, ഭാര്യ വീട്ടുകാര്, എല്ലാം പലരും നമ്മളെ കുടുംബത്തിന്റെ പരിധിയിൽ പലരും വരും. പക്ഷെ എല്ലാത്തിലേക്കൊന്നും കടക്കാൻ സമയമല്ല. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുക, കുടുംബം എന്നുള്ളത് ആര് ചേർക്കുന്നുവോ അയാൾക്ക് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും. എല്ലാ കുടുംബം, വിവാഹബന്ധമാവട്ടെ, തറവാട്ട് ബന്ധമാവട്ടെ, മറ്റു എല്ലാ ബന്ധങ്ങളും, മലകുടി ബന്ധാണെങ്കിലും എല്ലാ ബന്ധങ്ങളും ശരീഅത്തുൽ ഇസ്ലാം 3 ബന്ധങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നസബിലൂടെയുള്ള ബന്ധം, തറവാട്ടിലൂടെ, ഏട്ടാനുജന്മാർ, ബാപ്പ, മാതാപിതാക്കൾ, കുടുംബക്കാർ, ഇങ്ങനെയുള്ള. മറ്റൊന്ന് മുസ്വാഹറത്ത് കൊണ്ടുള്ള ബന്ധം, മറ്റൊന്ന് റളാഅത്ത് കൊണ്ടുള്ള ബന്ധം, മുലകുടി ബന്ധം. എല്ലാ ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകി പരിശുദ്ധമായ ഇസ്ലാം. യാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ വളരെ ഗൗരവത്തോടുകൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയ ബന്ധങ്ങളിൽ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ,
ഗൗരവത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഭാര്യ ഭരിക്കപ്പെടേണ്ടവള്, ഭർത്താവ് ഭരണകർത്താവ് എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രയോഗം പോലും ഭാര്യ ഭർത്താവ് എന്ന് പോലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല. ഖുർആനില് ഭാര്യയില്ല, ഖുർആനില് ഭർത്താവില്ല. അല്ലാഹുവിന്റെ ഖുർആന് ഭാര്യ ഭർത്താവ് എന്ന് നമ്മൾ അർത്ഥം വെക്കുന്ന, നമ്മൾ പറയുന്നതിനെ സംബന്ധിച്ച് രണ്ട് രൂപത്തിലാണ് അല്ലാഹുവിന്റെ ഖുർആന് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. ഒന്ന്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്ക് ഇണയും തുണയും എന്നുള്ള മനോഹരമായ വാക്കാണ്. സൗജി സൗജത്ത്, ഇണയും തുണയും എന്ന മനോഹരമായ വാക്കാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചത്. മറ്റൊരു ഭാഷ്യം അല്ലാഹുവിന്റെ ഖുർആൻ ഉപയോഗിച്ച രീതി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലിബാസ് ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവരുടെ വസ്ത്രമാ, അവര് നിങ്ങളുടെയും വസ്ത്രമാ. വസ്ത്രം എന്നാണ് ഭാര്യനെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പ്രയോഗിച്ചത്. രണ്ട് വേട, ഒന്ന് അസ്വാജ്, ഇണകൾ തുണകൾ എന്നർത്ഥം. അസ്വാജ് ഇണ തുണ, ഇണ തുണ എന്നാണ് അതിനർത്ഥം. മറ്റൊന്ന് ലിബാസ്, ലിബാസ് എന്ന് പറഞ്ഞ വസ്ത്രം എന്നാണ്. വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ? വസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഉപയോഗം നോക്കണം നമ്മള്. എന്താണ് വസ്ത്രത്തിന്റെ പ്രത്യേകത? രണ്ട് പ്രധാനപ്പെട്ട വിശേഷണമുണ്ട് വസ്ത്രത്തിനിക്ക്. ഒന്ന്, വസ്ത്രമാ മനുഷ്യനിക്ക് വലിയ അലങ്കാരമാ. മറ്റൊന്ന്, വസ്ത്രമാ മനുഷ്യന്റെ ന്യൂനതയെ മറച്ചു വെക്കുന്നതാ. ന്യൂനത മറക്കാനുള്ളതാണ് വസ്ത്രം. പലപ്പോഴും അങ്ങനെയാണ്. ന്യൂനത മറക്കാൻ എനിക്ക് തല കഷണ്ടിയാന്ന് കൂട്ടിക്കോളൂ, തലപ്പാവ് വെച്ചാൽ ആരും കാണൂല. അല്ലെങ്കിൽ എനിക്ക് തൊലി സംബന്ധമായ രോഗമുണ്ട്, കുപ്പായം ധരിച്ചാൽ ആരും കാണൂല. അല്ലെങ്കിൽ വസ്ത്രം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ന്യൂനതകളെ മറച്ചു വെക്കും, ഒരു വിശേഷണം. രണ്ടാമതോ, വസ്ത്രം എന്നുള്ളത് സീനത, അലങ്കാരമാ എന്നതുപോലെയായിരിക്കണം ഒരു ഭാര്യ തന്റെ ഭർത്താവിനിക്ക് അലങ്കാരമാവണോ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് അലങ്കാരമാവണോ. തന്റെ ഭർത്താവ് തന്റെ ഭാര്യയുടെ ന്യൂനത മറച്ചു വെക്കുന്നവനാവണ്. ഭർത്താവിന്റെ ന്യൂനത ഭാര്യയും മറച്ചു വെക്കുന്നവളാവണ്. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഖാല റസൂലുള്ളാഹ് ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. സുബ്ഹാനഹു വ തആല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോ എവിടെ പോയാലും ഇത് കേൾക്കലില്ല, പക്ഷേ ഈ നാട്ടിൽ നിന്ന് കേട്ടു. എന്താ നാടിന്റെ പേര് പറഞ്ഞ്? പാരപ്പെട്ടു. അല്ലാഹു തആല ഇസ്സത്ത് എന്ന് നിലനിർത്തി തരട്ടെ. ഇപ്പൊ വേദന പോയാൽ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് മൂല്യാര് പറഞ്ഞാല് പറഞ്ഞോടത്ത് തന്നെ ബാക്കിയാവും. അൽഹംദുലില്ലാ, അത് പഴമ നിലനിൽക്കുന്ന നാടാണ്. അല്ലാഹു തആല എന്നും നിലനിർത്തി തരട്ടെ. അല്ലാഹു ആ ഇസ്സത്തും ആ പഴമയും ആ തനിമയും ആ ഔലിയാക്കന്മാരോടുള്ള സ്നേഹവും മഹബത്തും ഒക്കെ അല്ലാഹു എന്നും നിലനിർത്തി തരട്ടെ. ഖുതുബിയ്യത്തിന്റെ 49ാമത്തെ വാർഷികമാണ്. ഇന്നും ഈ നാട്ടുകാർ ഈ പരിപാടി ഒരു വലിയ ബഹുമാനത്തോടുകൂടെ നോക്കിക്കാണുന്ന, നല്ല വിശ്വാസമർപ്പിക്കുന്ന ഒരു മഹത്തായ സംരംഭമാണ്. യാ അല്ലാഹ്,
തൗഫീഖ് നൽകണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ച രണ്ട് പദം എങ്ങനെയാണ്? ഒന്ന് ഭാര്യയും ഭർത്താവും അലങ്കാരമാ, മറ്റൊന്നവരെ ന്യൂന്യതകള് മറച്ചു വെക്കുന്നവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നല്ല ഭർത്താവിന്റെ നല്ല ഭാര്യയുടെ ലക്ഷണം പറഞ്ഞപ്പോ, ഒരു പെണ്ണിന്റെ ക്വാളിറ്റി പറഞ്ഞപ്പോ, ഒരു പുരുഷന്റെ ക്വാളിറ്റി പറഞ്ഞപ്പോ, സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നല്ല പുരുഷന്റെ നല്ല ഭർത്താവിന്റെ അടയാളം പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ തുഇംത ഫഅതിംഹാ, നീ മര്യാദക്കൊരു ഭക്ഷണം കഴിക്കുമ്പോ, നീ മാന്യമായ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ഭാര്യയും മാന്യമായ ഭക്ഷണം കഴിക്കണേ. നീ മര്യാദക്കുള്ളൊരു വസ്ത്രം ധരിക്കുമ്പോ, മര്യാദക്കുള്ളൊരു വസ്ത്രം നീ ധരിക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും മര്യാദക്കുള്ളൊരു വസ്ത്രം ധരിക്കണേ, അവൾക്ക് നീ ധരിപ്പിക്കണേ. വലാ തളരിബിൽ വജ്ഹാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് ഒരിക്കലും മടിക്കല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബ് തുടർന്ന് പറയുന്നു: വലാ തുഖബ്ബിഹ്, നീ നിന്റെ ഭാര്യയെ മോശപ്പെട്ട വേർഡുകളെ കൊണ്ട് അഭിസംബോധന ചെയ്യല്ല. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈതി, നിന്റെ സ്വകാര്യ മുറികളിൽ വെച്ചിട്ടല്ലാതെ നിന്റെ ഭാര്യയെ ശകാരിക്കല്ല. നബി മുഹമ്മദ് മുസ്തഫ. ഒരു നല്ല ആണിന്റെ ലക്ഷണം അതാണ്. ഒരു നല്ല കുടുംബനാഥന്റെ ലക്ഷണോ, ഒരു നല്ല ഭർത്താവിന്റെ അടയാളം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു: ഏ ചെറുപ്പക്കാരാ, സഹോദരാ, നീ മാന്യമായ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ഭാര്യയും നല്ല ഭക്ഷണം കഴിക്കണേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ, മാന്യമായ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ഭാര്യയും മാന്യമായ ഭക്ഷണം കഴിക്കണം. നീ മാന്യമായ നല്ല പുതിയ വസ്ത്രം വാങ്ങുമ്പോ, നീ നല്ല വസ്ത്രം ധരിക്കുമ്പോ നിന്റെ ഭാര്യയെ മറക്കല്ല. നിന്റെ ഭാര്യയും മാന്യമായ വസ്ത്രം ധരിക്കണേ. വലാ തളരിബിൽ വജ്ഹാ, നീ നിന്റെ ഭാര്യയുടെ മുഖത്ത് ഒരു ഘട്ടത്തിലും മടിക്കല്ല ചെറുപ്പക്കാരാ. തല്ലല്ല മോനെ, മുഖത്തടിക്കല്ല. നബി മുഹമ്മദ് മുസ്തഫ. മുഖത്തടിക്കാൻ പാടില്ല ഭാര്യമാരുടെ. ചിലപ്പോ സ്വാഭാവികമായിട്ടും ദേഷ്യം ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കും. പക്ഷേ ഒരിക്കൽ പോലും മുഖത്തടിക്കരുത്. വലാ തളരിബിൽ വജ്ഹ, നീ നിന്റെ ഭാര്യയുടെ മുഖത്ത് അടിക്കരുത്. വലാ തുഖബ്ബിഹ, നീ നിന്റെ ഭാര്യയെ മോശപ്പെട്ട വേർഡുകളെ കൊണ്ട് അഭിസംബോധന ചെയ്യരുത്. ഭാര്യമാരെ തോന്നിവാസം വിളിക്കരുത്. നിന്റെ കെട്ടിയോളാണ്, നിന്റെ ഭാര്യയാണ്, നിന്റെ ചെലവിൽ കഴിയുന്നവളാണ്. പക്ഷേ നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അവൾക്കിഷ്ടമില്ലാത്ത, അവളെ വേദനിക്കുന്ന, അവളെ വിഷമിപ്പിക്കുന്ന വേർഡ്സുകളെ കൊണ്ട് അഭിസംബോധന ചെയ്യല്ല. നബി മുഹമ്മദ് മുസ്തഫ.
ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ലോക ജനതയ്ക്ക് ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു നല്ല രാജാവാണ്, ഒരു നല്ല പ്രജയാണ്, ഒരു നല്ല കുടുംബനാഥനാണ്, ഒരു ലീഡറാണ്, ഒരു നേതാവാണ്, ഏറ്റവും നല്ല അനുയായിയാണ്, ഏറ്റവും നല്ല കൂട്ടുകാരനാണ്, ഏറ്റവും നല്ല പിതാവാണ്, ഏറ്റവും നല്ല മകനാണ്. ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലോ ഏറ്റവും വലിയ നല്ല സൈന്യാധിപനാണ്, ഏറ്റവും വലിയ തന്ത്രജ്ഞാനിയാണ്. എല്ലാറ്റിലും അഷ്റഫുൽ ഖൽഖിൽ മഹത്തായ മാതൃകയാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഹബീബായ തങ്ങളിൽ മഹത്തായ മാതൃകയുണ്ട്. ഏത് മേഖലയാണെങ്കിലും ഹബീബിന്റെ മാതൃക മഹത്തരമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പറയുന്നു, ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാര് പറയുന്നു, അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാര്, ഞാൻ എന്റെ വായനയില്, ഞാൻ എന്റെ അറിവില്, ഞാൻ ഒരുപാട് വായിച്ചതിന്റെ കൂട്ടത്തില് ലോക ചരിത്രത്തില് ഏറ്റവും നല്ല സുഖസുന്ദരമായ കുടുംബജീവിതം നയിച്ചതാരാ? സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ മഹത്തായ ഒരു കുടുംബ ജീവിതം നയിച്ച ഒരാളെ ചരിത്രത്തിൽ കാണാനൊക്കില്ല. 63-ാമത്തെ വയസ്സിലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കഷ്ണം അതേ കുറുകെടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഒരു കോഴിയുടെ കുറകെടുത്ത് കഴിച്ചാൽ അതിന്റെ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഹബീബിന്റെ ഭാര്യമാര് തർക്കിക്കുമായിരുന്നു. ഹബീബിന്റെ ബറക്കത്ത് കിട്ടാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി രുചിക്കാനുള്ള അതിയായ സ്നേഹത്തിന്റെയും ആദരവിന്റെയും അങ്ങേയറ്റത്തെ വാത്സല്യത്തിന്റെയും ശക്തി കൊണ്ട് ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ആയിഷത്തും അഫ്സത്തും സൗദാ സ്വഫിയത്തും മൈമൂനത്തും റംലാ ഹിന്ദും വസൈനബുൻ കദാ ജുവൈരിയാ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർദിയാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാര് ഹബീബായ തങ്ങളൊന്ന് കുറകെടുത്ത് കടിച്ചാല് അതിന്റെ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ബമ്പൽ കൊള്ളുമായിരുന്നു ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിമാർ. എന്തേ കാരണമെന്നറിയോ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരോട് അഭിസംബോധന ചെയ്തിരുന്നത്, അവരെ കൂടെ നിർത്തിയിരുന്നത്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഇല്ലായ്മയുടെ അങ്ങേ ഘട്ടത്തിലെത്തിയപ്പോഴോ ഹബീബിനോട് അവർക്ക് വിരോധമില്ല. ഒടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു കാലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. രംഗം ഹദീസിൽ കാണുന്നുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശന്നൊട്ടിയ വയറുമായിട്ട് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ആയിഷ, വല്ലാതെ വിശക്കുന്നു ആയിഷ, വല്ലതും കഴിക്കാനുണ്ട് ആയിഷ, വല്ല ഭക്ഷണവും എനിക്ക് തരാനുണ്ട് ആയിഷ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ. വീട്ടിന്റെ അകത്തളത്തിൽ ഒന്നുമില്ലെന്ന് ആയിഷ ബീവിക്ക് നല്ല പോലെ അറിയാം. വീട്ടിന്റെ ഉള്ളിൽ ഒരു ഭക്ഷണവും ഇല്ലെന്ന് ആയിഷ ബീവിക്ക് നല്ല പോലെ അറിയാമെങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതല്ലേ എന്ന് കരുതിയിട്ടൊരു പ്രതീക്ഷയുടെ ഭാഗമായിട്ട് ആയിഷ ബീവി അടുക്കളയിൽ പോയിട്ട് കഴുകിയിട്ട് കമീത്തി വച്ചിരിക്കുന്ന പാത്രങ്ങൾ മുഴുവനും ഒന്ന് മലർത്തി നോക്കി. ഒന്നുമില്ലാതെ വന്നപ്പോ അടുക്കളയുടെ വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അതേ ഈത്തപ്പന കുരുവങ്ങാനും കിട്ടിയാൽ അതൊന്ന് ഇടിച്ചു പൊടിച്ചിട്ട് ഹബീബായ തങ്ങൾക്കൊരു മാവുണ്ടാക്കി കൊടുത്തിട്ടു താൽക്കാലികമായിട്ട് ഹബീബിന്റെ വിശപ്പൊന്നകറ്റാമല്ലെന്ന് കരുതിയിട്ടു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭക്ഷണം തേടിയിട്ട് ഈത്തപ്പന കുരു നോക്കിയിട്ട് പുറത്തു പോയി. ഒരുപാട് സമയം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഫലം കിട്ടാതെ വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അടുക്കളയിൽ വന്നിട്ട് വിതുമ്പാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരച്ചിൽ കേട്ടു, വിതുമ്പൽ കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് യാ ഹുമൈറ, യാ ഹുമൈറ, എന്തിനാണ് ചുവന്നു തുടിക്കുന്ന പൊന്നെ, ചുവന്നു തുടിക്കുന്ന പെണ്ണെ, നീ കരയുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വിളി എങ്ങനെയായിരുന്നു? ഏത് ഇല്ലായ്മയിലും ഏത് സന്തോഷത്തിലും സന്താപത്തിലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവിയെ വിളിക്കുന്ന വിളി ഇങ്ങനെയാ, യാ ആയിഷൂ, ഓ ആയിഷൂ, യാ ഉമൈറ, ഓ ചുവന്നു തുടിക്കുന്ന പെണ്ണ്, എന്തിനാ നീ കരയുന്നത്? ആയിഷ ബീവിയുടെ മറുപടി, യാ റസൂലല്ലാഹ്, ഒരു നേരത്തെ അന്നം ചോദിച്ചിട്ട് അങ്ങ് എന്റെ ചാരത്ത് വന്നിട്ട് ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ പോലുമുള്ള ഭക്ഷണം എന്റെ വീട്ടിന്റെ അകത്തളത്തില്ലല്ലോ. സങ്കടം കൊണ്ട് കരഞ്ഞു പോയതാ. ഇങ്ങനെയൊക്കെ ആയിട്ടോ ആയിഷ ബീവി ഒരു സമയത്ത് പോലും ഹബീബായ തങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, തങ്ങളെ കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നില്ല. എന്തേ കാരണമെന്നറിയോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട എല്ലാ ഭാര്യമാരോടും സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടുകൂടെ ജീവിക്കുന്ന വിഷയത്തില് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്നാമനാ. ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അങ്ങ് കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ ആ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയൂ, ആയിഷ, ഹഫ്സ, മൈമൂന,
നല്ല ഭക്ഷണമാ, നല്ല രുചിയുള്ള ഭക്ഷണമാ. ഒരു ഭക്ഷണത്തിനെയും ഇന്നുവരെ അല്ലാഹുവിന്റെ റസൂല് കുറ്റം പറഞ്ഞ ചരിത്രമില്ല. മഅബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുആമൻ ഖത്തു. ഇന്നുവരെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരൊറ്റ ഭക്ഷണത്തിനെയും കുറ്റം പറഞ്ഞിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഭക്ഷണം നന്നായാൽ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യമാരാവട്ടെ മറ്റുള്ളവരാവട്ടെ അവർക്ക് പ്രോത്സാഹനം പറയും, അവരോട് ലൈക്ക് പറയോ, നല്ല കമന്റ് പറയും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിലേക്ക് ഒരാൾ ഒരു കവറിൽ ഒരു കൊട്ടയില് ഒരുപാട് മുന്തിരി കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂല് ആ സദസ്സിൽ വെച്ച് ആ മുന്തിരി മുഴുവനും തീരുന്നത് വരെ ഒറ്റക്ക് തിന്നു തീർത്തു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അഷ്റഫുൽ ഖൽഖ് ചെയ്യാറില്ല. ഹബീബിന്റെ ദർബാറിൽ എന്ത് വന്നാലും, ഹബീബിന്റെ സദസ്സിൽ എന്ത് വന്നാലും അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറിയ ഓഹരി എടുക്കും, എന്നിട്ട് എല്ലാ സ്വഹാബത്തിനും വിതരണം ചെയ്യും. പ്രത്യേകിച്ച് ഹബീബിന്റെ ദർബാറിലുള്ള മുതഅല്ലിം കുട്ടികളായ അഹ്ലു സുഫയുണ്ടല്ലോ, അവർക്ക് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ വിതരണം ചെയ്തു കൊടുത്തിട്ടാണ് ഹബീബായ തങ്ങൾ ഭക്ഷിക്കുന്ന രീതി അങ്ങനെയാ. പക്ഷേ ഈ മുന്തിരി അല്ലാഹുവിന്റെ റസൂൽ ഒരാൾക്കും കൊടുത്തില്ല, ഒറ്റയ്ക്ക് മുഴുവനും തിന്നു തീർത്തു. കൊണ്ടുവന്ന സ്വഹാബിക്ക് നല്ല സന്തോഷമായി. എല്ലാം കഴിഞ്ഞു സഭ പിരിഞ്ഞപ്പോ സ്വഹാബികൾ പറയുന്നു, നബിയേ ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ജീവിതം. എല്ലാ ദിവസവും അങ്ങയുടെ മുമ്പിലേക്ക് വല്ല ഹദിയയും വന്നാല് ഞങ്ങൾക്ക് തരാതെ അങ്ങ് തിന്നാറില്ലല്ലോ നബിയേ. ഇന്നൊരു കൊട്ട മുന്തിരി കൊണ്ടുവന്നിട്ടത് മുഴുവനും നിങ്ങൾ തിന്നല്ല നബിയേ, എന്തേ കാരണോ? ഹബീബായ തങ്ങളുടെ മറുപടി, സ്വഹാബാ കൊണ്ടുവന്ന മുന്തിരി വല്ലാതെ പുളിക്കുന്നു. പൊളിക്കുന്ന മുന്തിരിയാ കൊണ്ടുവന്നത്. ഞാൻ ആ മുന്തിരി സന്തോഷത്തോടെ തിന്നു. നിങ്ങൾക്ക് ഞാനത് തരുമ്പോ ഒരു പക്ഷെ നിങ്ങള് മുന്തിരി പൊളിക്കുമ്പോൾ കാണിക്കുന്ന ഒരു മടിയുണ്ടല്ലോ, ഒരു ആംഗ്യത്തിന്റെ ഭാഷയുണ്ടല്ലോ, അതെങ്ങാനും നിങ്ങൾ കാണിച്ചാലും ഈ മുന്തിരി കൊണ്ടുവന്ന പാവപ്പെട്ട ഈ മനുഷ്യനിക്ക് വിഷമിക്കുമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു മുന്തിരി പോലും തരാതെ ഞാൻ ഭക്ഷിച്ചതെന്ന് ലോകത്തിന്റെ നായകന് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുനിൽ മുസ്തഫ. ഒരു ഭക്ഷണവും അല്ലാഹുവിന്റെ റസൂല് ഒരു ഭക്ഷണത്തിനെയും മൈബാക്കാറില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഭക്ഷണത്തിനെയും കുറവ് പറയാറില്ല. നല്ലായാൽ നല്ലത് പറയോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചടിക്കേണ്ട, അടുക്കളയിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും വലിയ മര്യാദയാ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരുപാട്
ഒരുപാട് വേദന സഹിച്ചിട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാ അവര് ഭക്ഷണം ഉണ്ടാക്കിയത്. ആ ഭക്ഷണം നമ്മളുടെ മേശപ്പുറത്തെത്തിയാൽ ഇഷ്ടപ്പെട്ടാൽ മര്യാദക്ക് തിന്നുക, ഭാര്യമാരോട് നല്ലത് പറയുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഭക്ഷണത്തിനെ കുറിച്ച് മോശം പറയല്ല, കുറ്റം പറയല്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക ഇതാണ്. വലാ തുഖബ്ബിഹ, നീ നിന്റെ ഭാര്യയെ മോശപ്പെട്ട വേർഡുകളെ കൊണ്ട് അഭിസംബോധന ചെയ്യരുത്. ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ട വാക്കുകളല്ലാതെ അവരെ വിളിക്കാൻ ഉപയോഗിക്കരുത്. ഭാര്യമാർക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, വെറുപ്പുള്ളത് അവരെ വിളിക്കല്ല. വലാ തഗ്ജുർ ഇല്ലാ ഫിൽ ബൈതി. സ്വാഭാവികമാണ് ഭാര്യ ഭർത്താക്കന്മാരുമായി ജീവിക്കുമ്പോ അസ്വാരസ്യങ്ങൾ സ്വാഭാവികമാണ്, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സ്വാഭാവികമാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ദേഷ്യം പിടിക്കണ പലതും ഭാര്യമാര് ചെയ്യും, ഭർത്താക്കന്മാര് ചെയ്യും. അപ്പോഴൊന്നും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈതി. അത് അങ്ങാടികളിലും ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും തന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് പരസ്യമായി ശകാരിക്കുന്നവര്, തന്റെ ഭാര്യ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെ ശകാരിക്കുന്നവര്, ഭർത്താവിന്റെ കുടുംബക്കാരെ മുമ്പിൽ വെച്ച്, ഭാര്യയുടെ കുടുംബക്കാരെ മുമ്പിൽ വെച്ച് അതേ പരസ്യമായി നിന്റെ ഭാര്യയെ നീ ശകാരിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതൃക അതെല്ലാം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലാ തഗ്ജുർ ഇല്ലാ ഫിൽ ബൈതി. നിന്റെ സ്വകാര്യ മുറികളിൽ വെച്ചിട്ടല്ലാതെ നിന്റെ അരിശം തീർക്കരുത്, ശകാരിക്കരുത്. നബി മുഹമ്മദ് മുസ്തഫ നിന്റെ സ്വകാര്യ മുറികളിൽ വെച്ചിട്ട്, നിന്റെ വീട്ടിന്റെ അകത്തളത്തിൽ വെച്ചിട്ടല്ലാതെ നീ നിന്റെ ഭാര്യമാരോട് കയർത്ത് സംസാരിക്കരുത്. ഇത് ഹബീബിന്റെ ചര്യയാണ്, ഹബീബിന്റെ വാക്കാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മൈമൂനത്ത് ബീവി റളിയല്ലാഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുന്ന ദിവസം, ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കുന്ന ദിവസം, അന്ന് രാത്രി മൈമൂനത്ത് ബീവി റളിയല്ലാഹു അൻഹാ ഭക്ഷണം ഉണ്ടാക്കി തന്റെ വീട്ടില് നല്ലൊരു അലീസ ഉണ്ടാക്കി മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ. സ്വാഭാവികമായും വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കിയപ്പോ മൈമൂനത്ത് ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സഹിച്ചില്ല. എന്റെ ഹബീബിന് കൊടുക്കാതെ, റസൂലുള്ളാഹിക്ക് കൊടുക്കാതെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാതെ ഞാൻ ഇതെങ്ങനെ ഭക്ഷിക്കുമെന്ന് ചിന്തിച്ച മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ തന്റെ ദൂതന്റെ കയ്യില് ആ ഭക്ഷണം കൊടുത്തു വിട്ടു. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ, ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് നല്ല അലീസ ഉണ്ടാക്കിയപ്പം അത് കൊടുത്തു വിട്ടു. സയ്യിദത്തുനാ മൈമൂനത്ത് ബീവി റളിയല്ലാഹു അൻഹാ ഭക്ഷണവുമായി ദൂതൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭക്ഷണവുമായി കടന്നു വന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണവുമായി കടന്നു വന്നപ്പോ ഈ കാഴ്ച കണ്ടു സയ്യിദത്തുനാ
ആയിഷത്തു സിദ്ദീഖ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കൊടുത്തു വിടാൻ മൈമൂനത്ത് ബീബി ആരാണ് വന്ന ദൂതം പറഞ്ഞു. ഭക്ഷണത്തിന്റെ പാത്രം ചൂണ്ടിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഹാദിഹി ഹദിയത്തും മൈമൂന. ഇത് മൈമൂന ബീവി കൊടുത്തു വിട്ട ഹദിയയാണ്. ഇത് മൈമൂനത്ത് ബീവി റളിയല്ലാഹു അൻഹ കൊടുത്തയച്ച ഹദിയയാണ്. ഇത് പറഞ്ഞപ്പോഴേക്കും കേട്ട പാതി കേൾക്കാത്ത പാതി ഹബീബായ തങ്ങളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്ന അലീസയുടെ പാത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൈകൊണ്ടൊരു തട്ട് കൊടുക്കുകയാ. തട്ടിയപ്പോ ഭക്ഷണപാത്രം താഴോട്ട് വീണു. ഭക്ഷണങ്ങളെല്ലാം ചിന്നിച്ചിതറി ഹബീബായ തങ്ങളുടെ ദൂതന്റെ മുമ്പിൽ വെച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തട്ടിത്തെറിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വേദനയുണ്ടാക്കി. സ്വാഭാവികമായ വേദന. തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ മുമ്പിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അതേ ഒരു ഭക്ഷണം കൊടുത്തു വിട്ടപ്പോ അത് തട്ടിത്തെറിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രിയപ്പെട്ട ഭാര്യയെ ശകാരിച്ചില്ല, അടിച്ചില്ല, ചീത്ത പറഞ്ഞില്ല. ഹബീബായ തങ്ങള് അടുക്കളയിൽ പോയി ഒരു പാത്രം എടുത്തു കൊണ്ടുവന്നു. വേറിക്കിടക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പെറുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു. ചിന്നിച്ചെറിയ പൊട്ടിയ പാത്രത്തിന്റെ ചീളുകൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓരോന്നോരോന്നായി പെറുക്കിയെടുക്കുമ്പോ ബക്കത്ത് ആയിഷ ബീവി കരയാൻ തുടങ്ങി. ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ ഭാര്യയല്ലയോ? അങ്ങ് എന്റെ ഭർത്താവല്ലയോ? എന്റെ കൈകളിൽ നിന്നൊരു അവിവേകം വന്നപ്പോ നിങ്ങൾക്കൊന്നൊന്ന് ശകാരിച്ചുകൂടെ നബിയേ? എന്നെ ഒന്ന് ചീത്ത പറഞ്ഞുകൂടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താ നീ പറയുന്നത്? ആയിഷോ, നീ എന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലയോ? നിന്റെ അരികിൽ നിന്ന് എന്തെങ്കിലും ഒരു അവിവേകം വരുമ്പോഴേക്കും ഞാൻ ശകാരിക്കുകയും ചീത്ത പറയുകയും അടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു നല്ല ഭർത്താവാകുമോ? ആയിഷ, വേണ്ട ആയിഷ. ആയിഷ ഉമ്മ പറയുന്നു, അതൂബു ഇലല്ലാഹി വറസൂലിഹി, പൊറുക്കണം നബിയേ, മാപ്പാക്കണം നബിയേ. എന്താ ആയിഷ ബീവിക്ക് ഇങ്ങനെ തോന്നിയത്? ആയിഷ ബീവിക്ക് ഇഷ്ടം തോന്നിയത് അവസാനം 14 ദിവസം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുനാഫിഖീങ്ങൾ കിംവദന്തി പറഞ്ഞു പരത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിന്റെ മുമ്പിൽ മാന്യത കാണിക്കാൻ വേണ്ടിയിട്ട് നിലപാടിന്റെ ഭാഗമായിട്ട് 14 ദിവസം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോ 14 ദിവസമായിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കണില്ല. ആയിഷ, നിന്നെ കുറിച്ച് ആളുകളൊക്കെ കിംവദന്തി പറഞ്ഞു പരത്തുന്ന സാഹചര്യത്തില് നീ നിന്റെ വീട്ടിലേക്ക് പോ. ആയിഷ ബീബി
ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നു. ഒരു ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, 14 ദിവസം കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബാപ്പയോട് വന്നിട്ട് പറയുന്നു, ബാപ്പാ ഒന്ന് എന്റെ കാര്യം പറഞ്ഞിട്ട് അഷ്റഫുൽ ഖൽഖിനോട് റെക്കമെൻഡ് പറയുമോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നബിയേ, ഒന്ന് എന്റെ കാര്യം ഒന്ന് റെക്കമെൻഡ് പറയുമോ? ബാപ്പ പറയുന്നുണ്ട്, മോള് ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ട സ്ഥിതിക്ക് നിന്റെ വിഷയത്തിൽ റെക്കമെൻഡ് പറയാൻ ബാപ്പക്കാകൂല മോള്. ആയിഷ ബീവി മനസ്സ് പൊട്ടിയിട്ട് 14 ദിവസമായി കരഞ്ഞു കരഞ്ഞ് കഴിയുന്നു ആയിഷ ഉമ്മ. 15ാമത്തെ ദിവസം ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുൾ നേരം, അതേ ശക്തമായ വെളിച്ചം വന്നിട്ടില്ലാത്ത നേരം, ഒരു നിഴലിങ്ങനെ ചെറുങ്ങനെ ഒരാള് വരുന്നത് പോലെ കാണുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക് കടന്നു വരുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 14 ദിവസം വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞിട്ട് 15ാമത്തെ ദിവസം അള്ളാന്റെ റസൂൽ ഇങ്ങനെ കയറി വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, നിരപരാധിയാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പക്ഷേ മുനാഫിക്കീങ്ങളുടെ മുമ്പിൽ കിംവദന്തി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ശക്തമായ ഒരു തീരുമാനമെടുത്ത് പോന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മുനാഫിക്കീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പല നുണയും പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലപാടിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചതാ. 14ാമത്തെ ദിവസം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഭാര്യയുടെ ചാരത്തേക്ക് വരുമ്പോൾ നമ്മളെക്കാണെങ്കിൽ എന്താ ചെയ്യാ? പോയി പണിയെക്കാൻ പറയില്ലേ? 14 ദിവസം എന്നെ ഇങ്ങോട്ട് പറഞ്ഞേച്ചില്ലേ? ഒരു ഇത് കേട്ടപ്പോഴേക്ക് എന്നെ ഒഴിവാക്കിയില്ലേ? അതുകൊണ്ട് ഇനി ഞാൻ വരുന്നില്ല, പൊയ്ക്കോളിന്ന് പറയും. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ ചരിത്രത്തിൽ കാണുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടിച്ചെന്നു അള്ളാഹുവിന്റെ റസൂലിനെ അണഞ്ഞുകൂടി പിടിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ സ്വീകരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ കുടുംബ ജീവിതമാണ്. ഒരു നല്ല ഭർത്താവിന്റെ സ്വഭാവ ഗുണങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു നല്ല പെണ്ണിന്റെ ലക്ഷണം എന്താ? ഒരു നല്ല പെണ്ണിന്റെ അടയാളം എന്താണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ആണുങ്ങളെ പോലെയല്ല പെണ്ണുങ്ങള്. പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ 4 കാര്യം മതി. ആണിന് 4 അല്ല, 40 അല്ല, 400 അല്ല, 4000 കാര്യം ചെയ്താലും പുരുഷനിക്ക് സ്വർഗത്തിൽ കടക്കാൻ പ്രയാസമാണ്. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്കോ സ്വർഗത്തിൽ കടക്കാൻ 4 കാര്യം, 4 കാര്യം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സ്വല്ലത്ത് ഖംസഹാ വസ്വമത് ശഹറഹാ വഅത്വാഅത് ബഅലഹാ വഹഫിളത് ഫർജഹാ. 4 കാര്യം മതി പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ
സ്വല്ലത്ത് ഖംസഹാ, 5 വഖ്ത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിച്ചാൽ. ഒന്നാമത്തെ കാര്യം 5 വഖ്ത് നിസ്കാരം മുടങ്ങാതെ ഖളാ ആകാതെ നിസ്കരിച്ചാൽ. വസ്വാമത്ത് ശഹ്റഹാ, റമളാൻ മാസം വരുമ്പോ നോമ്പനുഷ്ഠിച്ചാൽ. 2 കാര്യം സിമ്പിളാ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയങ്ങളിലാണ് അവർക്ക് നിസ്കാരമുള്ളത്. നിസ്കാരം ഇല്ലാത്ത ഒരുപാട് സമയമുണ്ട്. ബാക്കി സമയങ്ങളിൽ നിസ്കാരം. അതായത് ഞാൻ പറയുന്നത് അമല് വളരെ കുറഞ്ഞത് മതി പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ. ഒന്ന് ഇദാ സ്വല്ലത്ത് ഖംസ, 5 വഖ്ത് നിസ്കാരം. പിന്നെ വസ്വാമത്ത് ശഹ്ർ, അത് കൊല്ലത്തിലാകെ 29 അല്ലെങ്കിൽ 30, 31ാമത്തെ നോമ്പ് ഫർളായതില്ല. അല്ലാഹു തആല നമുക്ക് ഫർളാക്കിയ നോമ്പ് 29 അല്ലെങ്കിൽ 30. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅത്വഅത് ബഅലഹാ വഅത്വഅത് ബഅലഹാ വഹഫിളത് ഫർജഹാ. മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം ഒരു പ്രിയപ്പെട്ട ഭാര്യയിലുണ്ടായാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, ഭർത്താവിനെ ചതിക്കാത്ത പെണ്ണ്, ഭർത്താവിനെ വഞ്ചിക്കാത്ത പെണ്ണ്, ഭർത്താവിനെ ആദരിക്കുന്ന പെണ്ണ്, ഭർത്താവിനെ ബഹുമാനിക്കുന്ന പെണ്ണ്. തന്റെ ശരീരഭാഗങ്ങള്, തന്റെ ഗുഹ്യഭാഗങ്ങള്, തന്റെ ഔറാത്തിനെ കാക്കുന്ന പെണ്ണ. അന്യപുരുഷനോട് സല്ലപിക്കാത്ത പെണ്ണാണ്. അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാത്ത, അന്യപുരുഷന്റെ കൂടെ സംവദിക്കാത്ത, അന്യപുരുഷനുമായിട്ട് വീഡിയോ കോളിലും അതുപോലെ തന്നെ വോയിസ് ചാറ്റിങ്ങിലായാലും വീഡിയോ ചാറ്റിങ്ങിലായാലും അന്യ പെണ്ണിനോടും അന്യ പുരുഷനോടും ആനന്ദം കാണിക്കുന്നവരാണോ ഗൗരവമാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പെണ്ണുങ്ങളെ കുറിച്ച് പരാമർശം പറയുന്നുണ്ട്. ഏതാണ് ആ 2 പെണ്ണുങ്ങൾ എന്നറിയോ? റബ്ബല്ലാഹു മസലാ ലില്ലദീന കഫറൂ, ലോകം കണ്ട തമ്മാടികളായ പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി, നേതാക്കളായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ പരിചയപ്പെടുത്തിയത് 2 പെണ്ണുങ്ങളാ. ഏതാണ് ആ പെണ്ണുങ്ങളെന്നറിയോ? ഫിർഔനിന്റെ ഭാര്യയല്ല, നമറൂദിന്റെ ഭാര്യയല്ല, അബൂജഹലിന്റെ ഭാര്യയല്ല, ഉത്ബത്തിന്റെ ഭാര്യയല്ല, ശൈബത്തിന്റെ ഭാര്യയല്ല, വലീദിന്റെ ഭാര്യയല്ല. പിന്നെ ആരാണ് ലോകം കണ്ട ഏറ്റവും നല്ല തമാർച്ചി പെണ്ണുങ്ങളെന്ന് അല്ലാഹുവിന്റെ ഖുർആന് പരിചയപ്പെടുത്തിയത്? അത് അയാളും അയാളുടെ ഭാര്യയോ നരകത്തിൽ കടക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ അർവയുമല്ല. പിന്നെ ആരാണ് ലോകം കണ്ട ഏറ്റവും നല്ല തമാർച്ചി പെണ്ണുങ്ങളെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ പെണ്ണുങ്ങള്? ضربالله مثلا للذين كفروا امرأة نوح وامرأة لوط. ലോകം കണ്ട ഏറ്റവും നല്ല തമാർച്ചി പെണ്ണുങ്ങളെ നേതാക്കന്മാര്, ഒന്ന് നോഹ് നബിയുടെ ഭാര്യയാ, മറ്റൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യയാ. എന്താണ് ആ
പെണ്ണുങ്ങളുടെ സ്വഭാവം. ആരായിരുന്നു ആ പെണ്ണുങ്ങള്? അല്ലാഹുവിന്റെ ഖുർആൻ തുടർന്ന് പറയുന്നു, കാനത്താ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈനി, എന്റെ രണ്ട് സജ്ജനങ്ങളായ അടിമകളുടെ ഭാര്യമാരാ. എന്റെ രണ്ട് സജ്ജനങ്ങളായ അടിമകളുടെ ഭാര്യമാരാണവര്. പക്ഷേ അവര് ചെയ്ത കുറ്റകൃത്യം എന്താണെന്നറിയോ? ഫഖാലതാകുമാ ഫഖാനതാകുമാ, അവരെ ഭർത്താക്കന്മാര് ചതിച്ച പെണ്ണുങ്ങളാണ്, ഭർത്താക്കന്മാരെ വഞ്ചിച്ച പെണ്ണുങ്ങളാണവര്. എന്റെ പ്രിയപ്പെട്ട കുടുംബ ജീവിതത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഈ വേദിയിൽ സന്നിഹിതരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നല്ല കുടുംബം വേണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളൊന്ന് നന്നാവണേ. നമ്മൾ നന്നായാൽ ഭാര്യമാര് നല്ലവരാണ്. ഭാര്യമാര് നന്നായാലോ മക്കളും സ്വാലിഹീങ്ങളാ, നല്ലവരാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? ചെറിയൊരു ഹദീസാ. ഐഫു അന്നിസാഇന്നാസ് തഉഫു നിസാഉകും. ആണുങ്ങളെ, നിങ്ങൾ അന്യ പെണ്ണുങ്ങളെ തൊട്ട് ചാരിത്ര ശുദ്ധിയുള്ളവരാവണേ നിങ്ങള്. എങ്കിൽ നിങ്ങളുടെ ഭാര്യമാരോ ചാരിത്ര ശുദ്ധിയുള്ളവരാകുമേ. ഹബീബിന്റെ വാക്കാണിത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ആലിമു ഖുറശി യംലൗ തിബാഖൽ അർളി ഇൽമാ, എന്റെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കാനുണ്ട്. പണ്ഡിതനാ, ആലിമാ, ചില്ലറക്കാരനല്ല. ഇൽമ കൊണ്ട് ചക്രവാളം മുഴുവനും നിറക്കുന്ന മഹാ പണ്ഡിത കേസരിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ വ്യംഗ്യമായി പറഞ്ഞ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, ഈ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ വ്യംഗ്യമായി പറഞ്ഞ ഖുറൈശി കുടുംബത്തിൽ പിൽക്കാലത്ത് ജനിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന് വല്ലിമാമു ശാഫിഈ റഹിമഹുല്ലാഹ്, അത് ശാഫി ഇമാം തന്നെയാ. ഷാഫി ഇമാം തന്നെയാണ് ആ പറഞ്ഞ പണ്ഡിതനെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറക്കാരനല്ല. നമ്മുടെ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ്, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ പോലെ ആലിമ, ആരിഫ, ആബിദ, സാഹിദ, വലിയ മഹാനാണ്, വലിയ ഇൽമിന്റെ. ഇന്നിപ്പോ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഷാഫി ഇമാം പറഞ്ഞാലൊന്നും പോരാ, ബുഖാരിയിലുണ്ടോ എന്നാ ചോദ്യം. ചില ആളുകൾ ഇപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ട്. ഷാഫി ഇമാം പറഞ്ഞതൊന്നും വിഷയമല്ല, ബുഖാരിയിലുണ്ടോ എന്ന് ചോദ്യം. ബുഖാരിയിൽ ആകെയുള്ള ഹദീസിന്റെ എണ്ണം എത്ര? ബുഖാരിയിൽ ആകെയുള്ള ഹദീസിന്റെ എണ്ണം ആവർത്തനം ഒഴിവാക്കിയാൽ 4000 ഹദീസാണ്. ആവർത്തനത്തോടു കൂടിയാണെങ്കിൽ 7000 ചില്ലാനം ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്.
ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കാണാപാഠം പഠിച്ച ഹദീസ് 10 ലക്ഷമാ മത്തിനം വസനദാ. ഹദീസിന്റെ സനദറിയാം, ഹദീസിന്റെ മച്ചനറിയാം, ഹദീസിന്റെ വ്യാഖ്യാനം അറിയാം. 10 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള ആലിമാ ഫഖീഹാൻ. കുട്ടിക്കാലത്തെ വലിയ ഇൽമാണ്, കുട്ടിക്കാലത്തെ ഇൽമിന്റെ ബഹറാണ് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. കുട്ടിക്കാലത്തെ വലിയ ആലിമ. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മൊത്തം മനപ്പാട, 10-ാമത്തെ വയസ്സിൽ മാലിക് ഇമാമിന്റെ മൊത്തം മനപ്പാട, 15-ാമത്തെ വയസ്സിൽ ഖാലിയാരാണ്. 15-ാമത്തെ വയസ്സിൽ നാട്ടിലെ ഖാലിയാരാണ് ആര്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആലിം ഖുറശി നംലൗ തിബാഖൽ അർളി ഇൽമ. വെറുതെ പറഞ്ഞതല്ല. ഒരിക്കൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായി ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന കാലം. ഷാഫി ഇമാമിന്റെ ബൽപ്പത്തരം മനസ്സിലാക്കാൻ വേണ്ടി ഇടക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ ഇമാമല്ലേ, ചിലപ്പോ ഹനഫി മദ്ഹബുകാരുണ്ടാവൂലേ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമാമുന ശാഫിഈ റളിയല്ലാഹു നമ്മുടെ ഇമാമാണ്, നമ്മുടെ ഇമാമാണ് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ആ ഇമാം അവരുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി സാന്ദർഭികമായി സൂചിപ്പിക്കണം. ഇന്നിപ്പോ ചില ആളുകളുണ്ട് ഖുനൂത്ത് ഓതൽ സുന്നത്താണെന്ന് ഷാഫി ഇമാം പറഞ്ഞാൽ, ഏയ് നമുക്ക് ഷാഫി ഇമാം പറഞ്ഞാൽ പോരാ, സ്വയ്യായ ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ, ഷാഫി ഇമാം പറഞ്ഞവന് പോരാ. ആരാടോ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ചെറിയ കുട്ടിയായി മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാ അന്ന് നാട്ടിലെ പ്രഗൽഭനായ പണ്ഡിതനാണ് സയ്യിദുനാ നുഅ്മാൻ തങ്ങള്. ആ നാട്ടിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന മഹാ പണ്ഡിതനാ. നമ്മളൊക്കെ നാട്ടിൽ ഒരു വിഷയം വരുമ്പോ, ഒരു മസല തർക്കം വരുമ്പോ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഫഖീഹായ പണ്ഡിതരെ പോയി കണ്ടിട്ട് നമ്മള് മസല ചോദിക്കാറുണ്ടല്ലോ. അതുപോലെ നാട്ടുകാര് മുഴുവനും വന്ന് മസല ചോദിക്കുന്ന പണ്ഡിതനാ സയ്യിദുനാ നുഅ്മാൻ. അവരരികത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. സോറി, നുഅ്മാൻ അല്ല, സയ്യിദുനാ വക്കീ. നുഅ്മാൻ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. മഹാനായിരിക്കുന്ന സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ധാരാളം ഉസ്താദുമാരുണ്ട്. അതിലൊരു ഉസ്താദ് സയ്യിദുനാ വക്കീ. അന്നത്തെ വലിയ അറിയപ്പെടുന്ന പണ്ഡിതനാണ് വക്കീ എന്നവർ. വക്കീ എന്നവര് അന്ന് മസലകളൊക്കെ ആളുകൾ ചോദിക്കാൻ പോകുന്ന മഹാപണ്ഡിതനാണ്. അന്ന് ഒരു പ്രമാദമായ മസല തർക്കമുണ്ടായി. ഒരാള് തന്റെ ഭാര്യയോട്, തന്റെ ഭാര്യ പിതാവുമായിട്ടുള്ള ഒരു ഇഷ്ടക്കേടിന്റെ സ്വരച്ചേർച്ചയുടെ ഇല്ലായ്മയുടെ ഭാഗമായി ഒരാൾ തന്റെ ഭാര്യയോട് പറഞ്ഞടി പെണ്ണേ, ഇനി എങ്ങാനും നീ നിന്റെ ബാപ്പാന്റെ വീട്ടിൽ കാലുകുത്തിയാൽ നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ വിഷയം എല്ലാവരും ശ്രദ്ധിച്ച് ഓർമ്മയിലുണ്ടാവണേ. അവസാനം ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ ഓർമ്മയിലുണ്ടാവണേ. എന്താ പറഞ്ഞത്? തന്റെ ഭാര്യയോട് പറയുകയാണ്, പെണ്ണേ, നീ എങ്ങാനും ഇനി നിന്റെ ബാപ്പയുടെ വീട്ടിലേക്ക് കാലുകുത്തിയാല് നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാ. ഇതും പറഞ്ഞിട്ട് അയാള് തന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വിദേശത്തോട്ട് പോവുകയാ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ ആങ്ങളമാര് ഓടി വരുന്നു, പെങ്ങള് ബാപ്പ രോഗിയാ, ബാപ്പ രോഗശയ്യയിലാണ്, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ബാപ്പ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടുപോവാന് വന്നതാ. ആ സമയത്ത്
സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ആങ്ങളമാരെ, ഞാനില്ല. ബാപ്പയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ആങ്ങളമാരോട് വെറുപ്പുള്ളത് കൊണ്ടുമല്ല. എന്റെ ഭർത്താവ് അതേ ജോലിക്ക് പോകുന്ന നേരത്തെ എന്നോട് പറഞ്ഞത്, ബാപ്പയുടെ വീട്ടിൽ നീ പെണ്ണെ കാലുകുത്തിയാല് നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് വന്നാല് അതേ ഞാൻ ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാകുമല്ലോ, ഞാനും എന്റെ ഭർത്താവുമായി പിരിഞ്ഞു ജീവിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാനില്ല. അതെ, ആ പെണ്ണ് തന്റെ ആങ്ങളമാരെ തിരിച്ചയക്കുന്നു. അവര് തിരിച്ചുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവര് വീണ്ടും കടന്നു വരികയാണ്. വീണ്ടും അവര് വെപ്രാളത്തോടു കൂടെ വന്നിട്ട് പറയുന്നു, പെങ്ങള്, ബാപ്പ മരിച്ചുപോയി, ബാപ്പ മയ്യിത്താ, അതുകൊണ്ട് വേഗം ഞങ്ങളെ കൂടെ വരണം. അത് പിന്നെ കേട്ടപ്പോ സ്വാഭാവികമായും ഒരു പെൺകുട്ടിയല്ലേ, ബാപ്പാന്റെ മകളല്ലേ, മരിച്ച വാർത്ത കേൾക്കുമ്പം പിന്നെ ഭർത്താവിനെ കുറിച്ച് ആലോചിക്കില്ലല്ലോ. കേട്ടപ്പോ വ്യസനത്താല് ആങ്ങളമാരോടൊന്നിച്ച് പെങ്ങളും പോവുകയാ. വീട്ടിലെത്തി ബാപ്പാന്റെ മയ്യത്ത് കണ്ടു. അപ്പോഴേക്കും വിവരമറിഞ്ഞിട്ട് കച്ചവടത്തിന് വേണ്ടി പോയിരുന്ന ആ മനുഷ്യനും തന്റെ ഭർത്താവിന്റെ തന്റെ ഭാര്യയുടെ ഉപ്പയെ കാണാൻ, അമ്മോശനെ കാണാൻ അത് ആ വീട്ടിലേക്ക് എത്തുകയാ. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, ഖബറടക്കം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പരസ്പരമുള്ള ചർച്ചയും സംസാരവും വന്നു. സംസാരത്തിനിടയിൽ പറയുന്നു, പെണ്ണ്, എനിക്ക് നീ വന്നതിൽ സങ്കടമില്ല, മരിച്ചിട്ടില്ല. പക്ഷേ മരിച്ച വാർത്ത കേട്ടിട്ടല്ലേ നീ വന്നത്, അതിലെനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ എന്റെ സമ്മതം കിട്ടാതെ ഞാൻ ആ വാക്ക് പറഞ്ഞിട്ട് നിന്നോട് തിരിച്ചു പറയാതെ മുമ്പ് തന്നെ നീ നിന്റെ ഈ വീട്ടിലേക്ക് കാലുകുത്തിയല്ലോ. അതുകൊണ്ട് ത്വലാഖ് സംഭവിച്ച് കാണുമോ? എന്താണ് നമ്മളെ പരസ്പരമുള്ള വൈവാഹിക ജീവിതത്തിന്റെ ഹുക്മ് എന്താണ്, വിധി എന്താണ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പള്ളിയിലേക്ക് ചെന്നു. ഉസ്താദിനോട് കാര്യം പറഞ്ഞു. ഉസ്താദ്, ഞാൻ കച്ചവടത്തിന് വേണ്ടി പോയപ്പോ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിരുന്നു, പെണ്ണ്, ഇനി എങ്ങാനും നീ നിന്റെ ബാപ്പന്റെ വീട്ടിലേക്ക് കാലുകുത്തിയാല് നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ സമ്മതമില്ലാതെ എന്റെ ഭാര്യ ആ വീട്ടിൽ കാലുകുത്തിയിട്ടുണ്ട്. ഉസ്താദെ, ത്വലാഖ് സംഭവിക്കുമോ? പള്ളിയിലെ ഉസ്താദ് അതേ മസ്അല മറിച്ചു നോക്കി. തഅലീഖിന്റെ ത്വലാഖിന്റെ മസ്അലയാ. ഒരു കാര്യം ബന്ധിപ്പിച്ച് പറഞ്ഞാല് ആ കാര്യം ചെയ്താല് പിന്നെ ത്വലാഖ് സംഭവിക്കുമെന്നാണല്ലോ മസ്അല. ഉസ്താദ് പറയുന്നു, ഖദ് വഖഅ ത്വലാഖ് സംഭവിച്ചു പോയി. ഇനി മറ്റൊരാള് കല്യാണം കഴിച്ച് ഒഴിവാക്കി ഇത് കഴിഞ്ഞാല് നിങ്ങൾക്ക് രണ്ടാമത് നിക്കാഹ് ചെയ്താൽ നിങ്ങളെ ഭാര്യയാക്കാം, അല്ലാതെ നിവൃത്തിയില്ല. പല ഉസ്താദുമാരോട് മസ്അല ചോദിച്ചു. എല്ലാവരും പറയുന്നു മസ്അല തഅലീഖിന്റെ മസ്അലയാ. ത്വലാഖ് സംഭവിച്ചു പോയി. അവസാനം അവർക്കാണെങ്കിൽ ഒന്നിച്ചു ജീവിക്കാനും വലിയ ആഗ്രഹമുണ്ട്. പേര് കേട്ട നാട്ടിലുള്ള ഫഖീഹായി അറിയപ്പെടുന്ന മഹാപണ്ഡിതനായ വക്കീ എന്നവരെ കണ്ടിട്ട് മസ്അല ചോദിക്കാൻ തീരുമാനിച്ചു. കുടുംബസമേത വക്കീ എന്നവരെ പള്ളിയിലേക്ക് ചെന്നു. ഉസ്താദ് അവിടെ ഇല്ല. രണ്ടാമത്തെ ദിവസവും ചെന്നു. ഉസ്താദ് രണ്ടാമത്തെ ദിവസം അവര് വന്നപ്പോൾ അവിടെ ഇല്ല. മൂന്നാമത്തെ ദിവസവും ചെന്നു. വക്കീ എന്നവരെ കാണുന്നില്ല, കണ്ടുകിട്ടുന്നില്ല. അതേ
3 വട്ടം വന്നിട്ട് മടങ്ങി പോകുന്നൊരു കുടുംബത്തിനെ കണ്ടപ്പോ ആ ദർസിലെ ഏറ്റവും ചെറിയ കുട്ടിയായ 8-9 വയസ്സ് തോന്നിക്കുന്ന പൊന്നുമോന് അതേ വന്നിട്ട് ചോദിക്കുന്നു, 3 വട്ടമായല്ലോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഉസ്താദിനെ കാണാതെ തിരിച്ചു പോകുന്നു, എന്താ നിങ്ങളുടെ പ്രശ്നം? അവർ പറഞ്ഞു, കുട്ടികളോട് പറയേണ്ട കാര്യമല്ല, ആലിമീങ്ങളോട് ചോദിച്ചിട്ട് തന്നെ പരിഹാരം കിട്ടിയില്ല, വക്കി എന്നവരോടൊന്ന് ചോദിച്ചിട്ട് പരിഹാരം കിട്ടിയാൽ ഭാര്യ ഭർത്താവായി ജീവിക്കാനാണ്. അപ്പോൾ ആ പൊന്നുമോന് മുഹമ്മദ് ബിൻ ഇദ്രീസ് പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾ കാര്യമൊന്ന് എന്നോട് പറഞ്ഞാൽ മസല ഞാൻ ഉസ്താദ് വരുമ്പോ ചോദിച്ചു വെക്കാലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ആ സമയത്ത് ആ വന്ന കുടുംബം പറയുന്നു, മോനെ മുഹമ്മദ് ബിൻ ഇദ്രീസ്, ഉസ്താദ് വന്നാൽ ചോദിക്കേണ്ട മസല, ഇതെന്റെ ഭാര്യയാണ്, ഞാന് ഭർത്താവാണ്. കച്ചവടത്തിന് വേണ്ടി പോയപ്പോ ബാപ്പയുടെ വീട്ടിലേക്ക് കാലുകുത്തിയാൽ പെണ്ണെ നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണെന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു പോയിട്ടുണ്ട്. ബാപ്പ മരിച്ചപ്പോ എന്നോട് ചോദിക്കാതെ കൊണ്ട് എന്റെ ഭാര്യ ആ വീട്ടിൽ കാലുകുത്തിയിട്ടുണ്ട്. ആ സമയത്ത് മുഹമ്മദ് ബിൻ ഇദ്രീസ് ആലിമു ഖുറശി യംലഉ തിബഖൽ അർളി ഇൽമാ, എന്റെ കുടുംബത്തിൽ ഒരു പണ്ഡിതൻ ജനിക്കും, ഇൽമ കൊണ്ട് ചക്രവാളം നിറക്കുന്ന പണ്ഡിതനാണെന്നോ അല്ലാഹുവിന്റെ റസൂല് വ്യംഗ്യമായി പറഞ്ഞ മുഹമ്മദ് ബിൻ ഇദ്രീസിന്റെ ഫത്വ വരുന്നു. കുഴപ്പമില്ല, ത്വലാഖ് സംഭവിച്ചിട്ടില്ല. ആരാ നിങ്ങളോട് ത്വലാഖ് സംഭവിക്കുമെന്ന് പറഞ്ഞത്? നാട്ടിലുള്ള സകലമാന ഉസ്താദുമാരും പറഞ്ഞത് ത്വലാഖ് സംഭവിക്കുമെന്ന. മുഹമ്മദ് ബിൻ ഇദ്രീസ് 8 വയസ്സുകാരനായ പൊന്നുമോന്റെ മറുപടി, ഇല്ല ഇല്ല, ത്വലാഖ് സംഭവിച്ചിട്ടില്ല, പോയിക്കോളൂ, ഭാര്യയും ഭർത്താവുമായി ജീവിച്ചോളൂ. പക്ഷേ നാട്ടുകാരോട് പറയാനൊക്കുമോ? നാട്ടിലുള്ള ഉസ്താദുമാര് മുഴുവനും പറഞ്ഞ മസലക്കെതിരായിട്ട് ഒരു 8ഉം 8ഉം തിരിയാത്ത ഒരു പൊന്നുമോന് പറഞ്ഞ മസല അവരോട് പോയി പറയാനൊക്കുമോ? അതുകൊണ്ട് ശിഷ്യന്റെ മസലയായിരിക്കുമല്ലോ ഉസ്താദും പറയുക. അതുകൊണ്ട് വക്കി എന്നവര് പറഞ്ഞാൽ അതിൽ ഒരാൾക്കും തർക്കമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഉസ്താദ് വരുന്നത് വരെ കാത്തിരിക്കുക തന്നെ. ആ കുടുംബം ആ പള്ളിയുടെ മുറ്റത്ത് കാത്തിരിക്കുകയാ. വക്കി എന്നവര് പള്ളിയിലേക്ക് കടന്നു വന്നു, സലാം പറഞ്ഞു, മസല ചോദിച്ചു. ഇങ്ങനെയെല്ലാം ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ത്വലാഖ് സംഭവിക്കുമോ? ലോകം കണ്ട ഏറ്റവും വലിയ ഫഖീഹായ വക്കി എന്നവരുടെ മറുപടി വന്നു, ഖദ് വഖഅത് ത്വലാഖു, ത്വലാഖ് സംഭവിച്ചു പോയി, രക്ഷയില്ല, വകുപ്പില്ല. അതേ പൊറുതിമുട്ടിയപ്പോ കുടുംബം പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ ദർസിൽ പഠിക്കുന്ന ഒരു ചെറിയ പൊന്നുമോനുണ്ടല്ലോ മുഹമ്മദ് ബിൻ ഇദ്രീസ്, അയാളോട് ഞങ്ങൾ പറഞ്ഞപ്പോ അയാൾ ഞങ്ങളോട് പറഞ്ഞത് ത്വലാഖ് സംഭവിക്കില്ല എന്നാണ്. ത്വലാഖ്
ത്വലാഖ് സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചോളി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടതായിരുന്നു. ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങ് വന്നിട്ട് ഉറപ്പിച്ചു പോകാമെന്ന് കരുതി കാത്തിരുന്നതാ. വക്കി എന്നവരുടെ മുഖം വിവർണമായി. വക്കി എന്നവർക്ക് ദേഷ്യം വന്നു. ആരടാ? മുഹമ്മദ് ബിൻ ഇദ്രീസിനെ വിളിക്കടാ. മുഹമ്മദ് ബിൻ ഇദ്രീസിനെ വിളിക്കപ്പെട്ടു, മുന്നിൽ ഹാജരാക്കപ്പെട്ടു. ആരടാ? ഞാൻ ഇവിടെ ഉണ്ടാകുമ്പം ഇവിടെ വരുന്നവർക്ക് ഫത്വ പറയാൻ നിന്നെ ആരടാ ഏൽപ്പിച്ചത്? വക്കി എന്നവർ ശകാരിക്കാൻ തുടങ്ങി. അതബോടെ ആ പൊന്നുമോന് ഉസ്താദിന്റെ മുമ്പില് കാത്തിരുന്നു. ഉസ്താദിന്റെ ദേഷ്യം കുറച്ചൊക്കെ അടങ്ങിയെന്ന് കണ്ടപ്പോ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന് പറയുന്ന നമ്മുടെ ഇമാമ് 8 വയസ്സുകാരന് ഉസ്താദിനോട് പറയുന്നു, ഉസ്താദ് അങ്ങ് 2 മാസം മുമ്പ് ഫറായിദിന്റെ ക്ലാസ് എടുത്തപ്പോ അത് ഒരാള് മരിച്ചു കഴിഞ്ഞാലും അയാളുടെ സമ്പത്ത് കിട്ടുന്ന അനന്തര സ്വത്തിനെ കുറിച്ചുള്ള മസ്തല പറഞ്ഞപ്പോ അങ്ങ് ഉസ്താദേ പറഞ്ഞിരുന്നു, ഒരാള് മരണപ്പെട്ടാൽ, മരണം സ്ഥിരീകരിച്ചാൽ, മരണം ഉറപ്പാവലോടുകൂടെ അയാൾ താമസിച്ച വീട് അയാളുടേതല്ല, അയാളെ കയ്യിൽ കെട്ടിയ വാച്ച് അയാളുടേതല്ല, അയാളുടെ ബാങ്ക് ബാലൻസ് അയാളുടേതല്ല, അയാളുടെ കാർ അയാളുടേതല്ല, അയാളുടെ എല്ലാ സ്വത്തുക്കളും അയാളുടെ അവകാശത്തിൽ നിന്ന് അനന്തരവാസികളായ മക്കൾക്കും അതുപോലെയുള്ളവരിലേക്കോ സ്വമേധയാ അധികാരം നീങ്ങുമെന്ന് ഉസ്താദ് അങ്ങ് പറഞ്ഞിരുന്നല്ലോ. അത് ശരിയല്ലേ ഉസ്താദ്? വക്കി എന്നവരുടെ മറുപടി, അതൊക്കെ ശരി തന്നെയാ. എങ്കിൽ ഉസ്താദ് ഈ ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞത്, എടി പെണ്ണ്, നിന്റെ ബാപ്പയുടെ വീട്ടിൽ കാലുകുത്തിയാല് നീ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണെന്നല്ലേ പറഞ്ഞത്? ഭർത്താവിന്റെ വാക്കങ്ങനെയായിരുന്നല്ലോ. വീട്ടിലേക്ക് ആ പെണ്ണ് പോയത് ബാപ്പ മരിച്ചു എന്ന വാർത്ത ഉറപ്പ് കിട്ടിയതിന്റെ ശേഷമാണല്ലോ. കാലുകുത്തിയത് ബാപ്പന്റെ വീട്ടിലേക്കല്ലല്ലോ, മക്കളുടെ വീട്ടിലേക്കല്ലേ കാലുകുത്തിയത്. ഇനി പറയൂ ഉസ്താദേ, അവിടെ ത്വലാഖ് സംഭവിക്കുമ്പോ ഖാമൽ ഉസ്താദോ വഅഖദ ബിയദൈഹി വഅനഖഹു ഫകതബ അൽമസ്അല. ഉസ്താദ് 8 വയസ്സുകാരനായ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന് മുഹമ്മദ് ബിൻ ഇദ്രീസിനെ ആദരിച്ചിട്ട് എണീറ്റ് നിൽക്കുകയാ, കൈപിടിച്ചിട്ട് ചുംബിക്കുകയാ, മസ്അല എഴുതി കൊടുക്കുന്നു. കൂട്ടരെ, വക്കീലിന് തെറ്റുപറ്റിയതാ. എന്റെ കുട്ടി മുഹമ്മദ് ബിൻ ഇദ്രീസ് പറഞ്ഞതാ മസ്അല എഴുതി കൊടുത്തു. സയ്യിദുനാ വക്കീൽ അലിമു ഖുറശി യംലൗ തിബഖൽ അർളി ഇൽമാ ഖാല റസൂലുള്ളാഹ്. സയ്യിദുനാ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ഇതാണ് നമ്മളെ ഇമാം, വലിയ ആലിമും വലിയ ഹിക്മത്തിന്റെയും വലിയ ബുദ്ധിമാനുമായ മഹാപണ്ഡിതനായിരുന്നു സയ്യിദുനാ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ആ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് അങ്ങനെ അടുക്ക് പോയതാ വിഷയത്തിലേക്ക് തന്നെ.
അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഷാഫി ഇമാമാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം പറഞ്ഞത് ഐഫു അന്നിസായിന്നാസ് തഅഫു നിസൗകും നിങ്ങൾ അന്യ പെണ്ണുങ്ങളെ തൊട്ട് ചാരിത്ര ശുദ്ധിയുള്ളവരാവണേ എങ്കിൽ തഅഫു നിസൗകു നിങ്ങളെ ഭാര്യമാരും ചാരിത്ര ശുദ്ധിയുള്ളവരാകും. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ നന്നായാൽ നിങ്ങളെ ഭാര്യമാർ നന്നാകും. നിങ്ങൾ വലങ്ങാണോ നിങ്ങളെ ഭാര്യമാരും വലങ്ങാണ്. ഇത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനമാണ്. ഇഫു അന്നിസാഇ നാസ് തഅഫു നിസാഉകും ഹാദാ ഖർളുൻ. ഇതൊരു കടാണ്, ഇതൊരു കടമാണ്. നീ ആ കടം വാങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ കടം വീട്ടുമെന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനമെന്ന് സയ്യിദുനാ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചിന്തിക്കണം, ഏത് ഘട്ടത്തിലും നമ്മൾ ചിന്തിക്കണം. നമ്മൾ നന്നായാൽ നമ്മളെ ഭാര്യമാർ നന്നാവും. നമ്മളെ ഭാര്യമാര് നന്നായാലോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും പറയുന്നു, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല മണ്ണില്ലേ, നല്ല മണ്ണ്, ആ നല്ല മണ്ണിൽ നല്ല വളം കിട്ടും, നല്ല കൃഷി ഉണ്ടാകും. മോശപ്പെട്ട മണ്ണാണോ ആ മണ്ണിൽ നല്ല കൃഷി ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കവുങ്ങിനെ കുറിച്ച് പറയുന്നതല്ല, റബ്ബറിനെ കുറിച്ച് പറയുന്നതല്ല, തെങ്ങിനെ കുറിച്ച് പറയുന്നതല്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനം മഹത്തുക്കളായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാ. സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തിന്റെ വ്യാഖ്യാനം എന്താണെന്നറിയോ? അത് അന്നിസാ വർസുൽ ലക്കും, നിങ്ങളെ ഭാര്യമാര് അതാണ് നിങ്ങളുടെ കൃഷിയിടം. ആ കൃഷിയിടം നന്നായാൽ അതിലുൽപാദിക്കപ്പെടുന്ന വിളയാകുന്ന മക്കളുണ്ടല്ലോ, അവർ സ്വാലിഹീങ്ങളാ. അവരെങ്ങാനും മോശപ്പെട്ടു പോയാലോ അതിൽ ലഭിക്കുന്ന വിളകള് മോശമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിച്ച് പെണ്ണുങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രണ്ട് പെണ്ണുങ്ങള്, ഒന്ന് ഇംറഅത്തു നൂഹ് വഇംറഅത്തു ലൂത്ത്. ഒന്ന് ലൂത്ത് നബിയുടെ ഭാര്യയാണ്, ഒന്ന് നൂഹ് നബിയുടെ ഭാര്യയാണ്. അല്ലാഹു അവർക്ക് നൽകിയ ഏറ്റവും വലിയ ശാപമാ അൽഔലാദുൽ ഫുജ്ജാർ, തമ്മാടികളായ മക്കള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് വെച്ച് കൊടുത്തിട്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് കണ്ടല്ലോ നമ്മള്. അപ്പുറത്ത് രണ്ടുമ്മമാരെ പറഞ്ഞു തരട്ടെയോ? ഏതാണ് ആ രണ്ടുമ്മമാരെന്നറിയോ? ഒന്ന് സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ഹാജറ ബീവിയാ. ആരാണ് ഹാജറ ബീവി എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷമയുള്ള പെണ്ണാ, സ്വാലിഹത്താ എന്ന് പരിചയപ്പെടുത്തിയ മഹദിയാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ. ഹാജറ ബീവിക്ക് അല്ലാഹു തആല നൽകിയ പൊന്നുമോനാണ്.
സയ്യിദുനാ ഇസ്മായിൽ. ബാപ്പ മൊയ്ലാരായിട്ട് കാര്യമില്ല, തങ്ങളായിട്ട് കാര്യമില്ല, പണ്ഡിതനായിട്ട് കാര്യമില്ല, ആചാരായിട്ട് കാര്യമില്ല, ഔലിയായിട്ട് കാര്യമില്ല, നബിയായിട്ട് കാര്യമില്ല. പെണ്ണ് നന്നാവാതെ മക്കള് നന്നാവില്ല, പെണ്ണ് നന്നാവാതെ ഭാര്യമാര് നന്നാവാതെ ഭർത്താവ് മക്കള് നന്നാവുകയില്ല. അതാണ് ഈ ചരിത്രം പറയുന്നത്. മഹദിയായിരിക്കുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മഹദിയായപ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇസ്മായിൽ ചെറുപ്പത്തില് അത്ഭുതങ്ങളുടെ നിറകുടമ അറുക്കാൻ വേണ്ടിയിട്ട് പടച്ച റബ്ബിന്റെ നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞിട്ട് ബാപ്പ വന്നപ്പോ ആ പൊന്നുമോന് പറഞ്ഞ മറുപടി അല്ലാഹുവിന്റെ ഖുർആനിൽ ചരിത്രമായി പറയുന്നു. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഉക. മോനെ, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നിന്നെ അറുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശമുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് പൊന്നുമോനോട് പറഞ്ഞപ്പോ ആ പൊന്നുമോന് പറയുന്ന മറുപടി യാ അബതി ഫഅൽ മാ തുഅമറു സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, അർത്തോളു ബാപ്പാ, പരാതിയില്ല ബാപ്പാ, അർത്തോളു ബാപ്പാ, പരാതിയില്ല. പക്ഷേ എനിക്ക് 2 വസിയത്ത് എന്റെ പ്രിയപ്പെട്ട ബാപ്പാനോട് അറുക്കുന്നതിന്റെ മുമ്പ് പറയാനുള്ളത്. ഞാൻ നൊലോളിക്കില്ല, ഞാൻ കരയില്ല, ഞാൻ ക്ഷമിക്കും ബാപ്പാ. 2 കാര്യം എനിക്ക് അങ്ങയോട് പറയാനുണ്ട്. ഒന്ന്, എന്നെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ എന്നെ അറുക്കാൻ നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കുന്ന കടാരയുണ്ടല്ലോ, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടല്ലാതെ എന്റെ കഴുത്ത് അറുക്കല്ല ബാപ്പാ. മൂർച്ചം കുറഞ്ഞ കത്തി എങ്ങാനും കൊണ്ടുവന്നിട്ട് എന്റെ കഴുത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ വേദന കൊണ്ട് പൊളയുന്ന ഇസ്മായിലിനെ കണ്ടിട്ട് ബാപ്പ എങ്ങാനും കത്തി വലിച്ചാൽ എന്റെ റബ്ബിന് ധിക്കാരം കാണിച്ച ബാപ്പയായിട്ട് എന്റെ പൊന്നുപ്പ മാറുമല്ലോ. അതുകൊണ്ട് വെക്കുമ്പോഴേക്കും മുറിഞ്ഞു പോകുന്ന മൂർച്ചയുള്ള കടാരയാവണം. 2ാമത് ബാപ്പാ, എന്നെ അറുക്കാൻ കിടക്കുമ്പോ ഒരിക്കലും എന്റെ കഴുത്തിലേക്ക്, ഒരിക്കലും എന്റെ കഴുത്തിന്റെ മലർത്തിക്കിടത്തിയിട്ട് എന്നെ അറുക്കല്ല ബാപ്പാ. കമീത്തിക്കിടത്തിയിട്ടല്ലാതെ എന്നെ അറുക്കല്ല ബാപ്പാ. മലർത്തിക്കിടത്തിയിട്ട് എന്നെ അറുക്കുമ്പോ ഞാനും നിങ്ങളും ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം കാണുമല്ലോ. അതുകൊണ്ട് അത് ചെയ്യല്ല ബാപ്പാ. എന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീര് വന്നു പോയാല് എന്റെ ബാപ്പ അത് കണ്ടിട്ട് വാത്സല്യം കൊണ്ട് പിന്മാറിപ്പോകും. അതുകൊണ്ട് ബാപ്പാ, എന്റെ കാണാത്ത വിധത്തിൽ എന്നെ അറുക്കണേ ബാപ്പാ. ഇതും പറഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ മാർഗത്തില് അറുക്കാൻ വേണ്ടിയിട്ടൊരു ബാപ്പാന്റെ കയ്യും പിടിച്ചിട്ട് സന്തോഷത്തോടെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് നടന്നുപോയ പൊന്നുമോന്റെ കഥ ഒരു ഭാഗത്ത്. അപ്പുറത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമോ, മഹാനാ പ്രവാചകനാ റസൂലാ, എന്നിട്ട് പോലും കനാന് വഴങ്ങിയില്ല. കനാന് പറയുന്നു, ബാപ്പാ, ഞങ്ങളെ ഉപ്പൂപ്പമാര് പഠിപ്പിക്കാത്തത്, ഞങ്ങളെ ഉമ്മൂമ്മമാര് പറയാത്തത് നിങ്ങൾ പറഞ്ഞാൽ അതിന് എന്നെ കിട്ടൂല. ശിക്ഷ വരുമ്പോനെ, വെള്ളപ്പൊക്കം വരുമ്പോനെ, ഇത് പറ
പറഞ്ഞപ്പോഴാ കന്നാര് പറഞ്ഞത്, എന്ത് വെള്ളപ്പൊക്കം ബാപ്പാ, എനിക്ക് അങ്ങനെ ഒന്നും എന്നെ വരട്ടണ്ട, അങ്ങനെ ഒന്നും എന്നെ പേടിപ്പിക്കണ്ട. ഇനി ഒരു വെള്ളപ്പൊക്കം വന്നാൽ എനിക്ക് ഭയമില്ല. സആബി അലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ആ കാണുന്ന പർവ്വതത്തിന്റെ ഉച്ചിൽ കയറിയിട്ട് വെള്ളത്തിൽ നിന്ന് ഞാൻ അഭയം പ്രാപിക്കുമെന്ന് ഉങ്ക് പറഞ്ഞ കന്നാനി പുറത്ത് നൂഹ് നബിയാണ് ബാപ്പ. പക്ഷേ തമ്മാടിയാ അല്ലാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതനായി മരിച്ചുപോയി. എന്തേ കാരണമെന്നറിയോ? അതെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് തമ്മാർച്ചി പെണ്ണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു പെണ്ണാ ഇംറഅതനൂ. നൂഹ് നബിയുടെ ഭാര്യയെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറൂ ഇംറഅതനൂ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഈ വിഷയം നീണ്ട വിഷയമാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിഷയമാണിത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹബീബായ തങ്ങളെ ഹദീസാ ഞാൻ പറഞ്ഞു വന്നത്. 4 കാര്യം മതി പെണ്ണ് സ്വർഗത്തിൽ കടക്കാൻ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണാണോ? തന്റെ ശരീരം കാത്തു സൂക്ഷിക്കുന്ന, തന്റെ ശരീരത്തിന് പൊന്നുപോലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിലല്ലാതെ പ്രദർശിപ്പിക്കാതെ തന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കാതെ ജീവിക്കുന്ന പടച്ച റബ്ബിനെ പേടിക്കുന്ന പെണ്ണാരുണ്ടോ? ആ പെണ്ണിനെ സംബന്ധിച്ച അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്നും ആ പെണ്ണിനെ പേര് വിളിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അവസാനമായി ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തട്ടെ. ഏത് ഇല്ലായ്മയിലോ, ഏത് പ്രതിസന്ധിയിലോ, ഏത് വിഷമഘട്ടത്തിലോ അല്ലാഹ് കുടുംബത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ട്, അല്ലാഹുവിനെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ ബറക്കത്താ, ഐശ്വര്യമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്കൊക്കെ എന്ത് കട്ടപ്പാടാണുള്ളത്. നമ്മൾക്ക് അല്ലാഹു ചെയ്ത നിയമത്തിനെ കുറിച്ച് നമ്മൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? താമസിക്കാൻ സുന്ദരമായ ഭവനമുണ്ട്, കഴിക്കാൻ നല്ല ആഹാരമുണ്ട്. കൊറോണ നമ്മളെ പിടിച്ചു കുലുക്കിയിട്ട് 3 കൊല്ലം ഒന്നുമില്ലാതെ, 1 കൊല്ലം മര്യാദക്ക് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ട് വീട്ടിലിരുന്നപ്പോഴും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ദിവസം, ഒറ്റ ദിവസം മാത്രം പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ പറയാനൊക്കുമോ? ഇല്ല 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 ഇല്ല. ഒരു പക്ഷേ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെന്ന് വരോ. ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ നമ്മളെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം ഹാജിയുടെ വീട്ടിൽ ചെന്നു. സുഭിക്ഷമായ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു. അല്ലാ ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സുഭിക്ഷമായ ഭക്ഷണം ഒരു പക്ഷേ നമ്മൾക്ക് കൊറോണയുടെ കാലഘട്ടത്തിൽ കഴിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. പക്ഷേ പട്ടിണി കിടന്ന ചരിത്രമുണ്ടോ? ലോകത്തിന്റെ നായകന്
അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുജ്തബാ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ കഥയറിയുമോ നിങ്ങൾക്ക്? ഹബീബിന്റെ മക്കളുടെ പട്ടിണിയുടെ കഥയറിയുമോ? ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ തന്റെ പേരക്കുട്ടികള് ഹസൻ ഹുസൈനിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെന്നപ്പോ കേൾക്കുന്നത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഹസൻ ഹുസൈനിന്റെ കരച്ചിലാ. കരച്ചില് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, മോളെ ഫാത്തിമ, ആ കുട്ടികൾക്കൊന്ന് മുലയൂട്ടിയിട്ട് കരച്ചില് മാറ്റുമോ? ആ കുട്ടികൾക്കൊന്ന് മുലയൂട്ടിയിട്ട് കരച്ചില് മാറ്റി ഫാത്തിമ. ഇതും പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി നിൽക്കുന്നു. ഫാത്തിമ ബീവി മക്കളെ എടുത്ത് അപ്പുറത്തേക്ക് പോകുന്നു, മുലയൂട്ടാൻ ശ്രമിക്കുന്നു. കുറെ സമയം കഴിഞ്ഞിട്ടോ ഹസൻ ഹുസൈനിന്റെ കരച്ചില് മാറണില്ല. അല്ലാഹുവിന്റെ റസൂലിന് സഹിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് ഇച്ചിരി ദേഷ്യത്തോടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, ഫാത്തിമ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കരുണ വറ്റിപ്പോയോ? വാത്സല്യം നഷ്ടപ്പെട്ടു പോയോ? എത്ര നേരമായി മക്കൾ ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ട്? ഒന്നാം മക്കൾക്കൊന്ന് മുലയൂട്ടിയിട്ട് ആ മക്കളെ കരച്ചിലൊന്ന് മാറ്റി ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശകാരത്തിന്റെ ഭാഷ്യം കണ്ടപ്പോ ഫാത്തിമ ബീവിക്കും സഹിച്ചില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കരഞ്ഞു കലങ്ങിയ തന്റെ കണ്ണിന്റെ മുകളിൽ നിന്ന് ഇരു കൈകളും ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പൊന്നു ബാപ്പാ, ഫാത്തിമയുടെ മനസ്സിൽ കരുണ വറ്റിയതല്ല, കാരുണ്യം നഷ്ടപ്പെട്ടതുമല്ല. ഒരുപാട് ദിവസമായി, 2 മാസമായിട്ട് ഈ വീട്ടില് ദീപ് കഞ്ഞിട്ടില്ല. മര്യാദക്കൊരു ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി നബിയേ. എപ്പോഴെങ്കിലും കിട്ടുന്ന ഓരോ ഈത്തപ്പഴവും പച്ചവെള്ളവും ആ ഭക്ഷണം കഴിക്കുന്നത്. മര്യാദക്കൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല 2 മാസമായിട്ട്. ഒരുപാട് സമയമായി എന്റെ പൊന്നു കിടാക്കൾക്ക് മുലയൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു നബിയേ. മുലപ്പാല് വരുന്നില്ല, പകരം നിർഗളിക്കുന്നത് ചോരയാ, രക്തമാ. വാത്സല്യം നഷ്ടപ്പെട്ടതല്ല, കരുണ എടുക്കപ്പെട്ടു പോയതുമല്ല. അങ്ങ് എന്നെ കല്യാണം കഴിച്ച് കൊടുത്തു വിട്ടപ്പോ പാവപ്പെട്ട പുല്ലരിഞ്ഞിട്ട് ഉപജീവന മാർഗം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനിക്കല്ലയോ അങ്ങ് എന്നെ കല്യാണം കഴിച്ച് കൊടുത്തു വിട്ടത്? യാ റസൂലുള്ളാഹ്, ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനെ പറയല്ല മോള് ഫാത്തിമ.
അതെ എന്റെ പൊന്നുമകൾക്ക് ഫാത്തിമാക്ക് ഒരു പുതിയ പളയെ നോക്കിയപ്പോ ഞാൻ ചിന്തിച്ചത് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ട് ചുവന്ന ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് ബലിമാളികകളില് താമസിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ജീവിക്കാൻ എന്റെ പൊന്നുമകൾക്ക് സാധിക്കുമോ? ഇത് ഞാൻ ചിന്തിച്ചിട്ടില്ല മോളെ. ചിന്തിച്ചത് ഒരൊറ്റ ചിന്തയാണ്. ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് സ്വർഗം കണ്ടത് രണ്ടാളുകളാ. അബുക്കി വസൗജുക്കി. ഒന്ന് നിന്റെ ബാപ്പ മുഹമ്മദാ, മറ്റൊന്ന് നിന്റെ ഭർത്താവ് അലിയാണ്. ഇതാണ് മോളെ എന്റെ പൊന്നുമകളുടെ ഭർത്താവിന്റെ ക്വാളിറ്റിയായി ഞാൻ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് മോളെ അങ്ങനെ പറയരുത്. അഷ്റഫുൽ ഖൽക്കിന്റെ പോക്കറ്റിൽ വല്ലതുമുണ്ടോ? ഹബീബിന്റെ വീട്ടിലൊന്ന് പോയി നോക്കിയാല് അവിടത്തെയും കഥ ഇങ്ങനെ തന്നെയാണല്ലോ. അഷ്റഫുൽ ഖൽക്ക് ഓടുകയാ ഒരു അറാബിയുടെ വീട്ടിലേക്ക്. യജമാനന്റെ വാതിലിന് മുട്ടുന്നു. മല്ലനായ ശക്തനായ യജമാനന് വാതിൽ തുറന്നിട്ട് എന്തേ വന്നത്? വല്ല തൊഴിലും തരാനുണ്ടോ? വല്ല ജോലിയുമുണ്ടോ? അഷ്റഫുൽ ഖൽക്കിന്റെ അഭ്യർത്ഥനയാണ്. ഒരു തൊട്ടിയും കയറും എടുത്തു കൊടുക്കുന്നു. ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം വലിച്ചിട്ട് തോട്ടം നനച്ചാല് ഒരു കുട്ടി കോരി വെള്ളത്തിന് 3 കാരക്ക പ്രതിഫലം തരാം എന്ന് പറഞ്ഞ് നിബന്ധന വെച്ചുകൊണ്ട് തൊട്ടിയും കയറും കൊടുക്കുന്നു. അതുമായി കിണറ്റിലേക്ക് എറിയുന്നു. അല്ലാഹുവിന്റെ റസൂല് വെള്ളം കോരുന്നു, തോട്ടം നനക്കുന്നു. 3 തൊട്ടി കോരി വെള്ളം വലിച്ചു തോട്ടം നനച്ചു. 4ാമത് വെള്ളം കോരാൻ തൊട്ടി എറിഞ്ഞപ്പോ ഹബീബിന്റെ കയ്യിൽ നിന്ന് തൊട്ടിയും കയറും വഴുതുന്നു, കിണറ്റിലേക്ക് വീഴുന്നു. യജമാനനോട് വന്നിട്ട് കാര്യം പറയുന്നു. കേട്ട ബാദി കേൾക്കാത്ത ബാദി നബിയൽ മുസ്തഫ. ഹബീബിന്റെ മുഖത്ത് ഒരു അടി അടിക്കുകയാ. ഹബീബിന്റെ മുഖത്ത് അറാബിയുടെ വിരലിന്റെ അടയാളം പതിയുന്നു. ഒരു തൊട്ടിയും കയറും തരുമോ? ഒരു കയറ് കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല കയറ് കെട്ടിയിട്ട് കിണറ്റിലേക്ക് ഇറങ്ങുന്നു. തൊട്ടിയും കയറും വലിച്ച് അതേ അല്ലാഹുവിന്റെ റസൂല് കയറുന്നു. യജമാനന്റെ കയ്യിൽ 2 കയറും തൊട്ടിയും ഏൽപ്പിച്ചിട്ട് ചോദിക്കുന്നു, 3 തൊട്ടി കോരി വെള്ളം നനച്ചിട്ടുണ്ട്, പ്രതിഫലം തരുമോ? 9 കാരക്ക ഹബീബിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അതുമായി ഓടുന്നു ഇലാ ബൈത്തി ഫാത്തിമത സഗ്റാ, ഇലാ ബൈത്തി ഹസൻ ഹുസൈൻ. ഹസൻ ഹുസൈനിന്റെ വീട്ടിലേക്ക് ഒരു നേരത്തെ വശപ്പ് മാറ്റാൻ, അതേ മാസങ്ങളോളമായുള്ള വശപ്പ് മാറ്റാൻ ഈ ഖുതുബിയ്യത്തിന്റെ വാർഷികത്തില് ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾക്ക് റബ്ബ് ചെയ്ത നിഅമത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണോ? സുഖിക്കാനുള്ള ഇഷ്ടം പോലെ സൗകര്യങ്ങള്, വീടുകളുണ്ട്, സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നമ്മൾക്ക് ചെയ്തു തന്നു. യാ അല്ലാഹ്, നീ ചെയ്ത നിഅമത്തിന് ശുക്ർ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഔസുലം ഞങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തുള്ള നാട്ടുകാരോട് അവസാനമായി ഓർമ്മപ്പെടുത്തുകയാ. ആലിമീങ്ങള്, സ്വാലിഹീങ്ങള്, ഔലിയാക്കന്മാര്, മശായിഖുമാർ, എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, ഞാനാ
അവർക്കെപ്പോഴും കവലതന്നോവർ എൻ്റെ മുരീദുകള് നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവർ ഞാനെന്ന് ചെന്നോവർ എൻ്റെ മുരീദുകൾ ഇടറുന്ന നേരത്ത് യാ അല്ലാഹ് ഔഷധങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോ മുഅ്മിനാത്തുകളോ 49 കൊല്ലമായിട്ട് ഔഷധങ്ങളോട് മഹബത്ത് വെച്ചിട്ടാ നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ചീരണി വിതരണം ചെയ്യുന്നത് ഒന്നുമല്ല സിവാ മഹബത്തിക്കലു ഈമാനി. യാ അല്ലാഹ് യാ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളെ മഹബത്ത് വെക്കാൻ, സ്വാലിഹീങ്ങളെ ഇഷ്ടം വെക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹം നൽകണേ അല്ലാഹ്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗ്ഗത്തിലാ. എന്തേ മക്കളെ, നായ ഐനുൻ നജസല്ലയോ, പക്ഷേ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗ്ഗത്തിലാണ്. നായന്റെ പേര് ഖിത്മീറാൻ. നമ്മുടെ വീട്ടിന്റെ മുൻപുകളിലൊക്കെ നമ്മൾ ബദരീങ്ങളെ അസ്മാകൾ എഴുതി വെക്കാറുണ്ട്, അസ്മാഉൽ ബദർ എഴുതി വെക്കാറുണ്ട്. അതിന്റെ മധ്യത്തിലായി വട്ടത്തിലായി നമ്മളൊരു പേരെഴുതി വെക്കാറുണ്ട്. അത് ഒരു നായന്റെ പേരാ, ഖിത്മീർ. ആ നായ സ്വർഗത്തിലാ. ആരാ പറഞ്ഞത്? ഇന്ന് വരെ ഒരു കളവിന്റെ ലാഞ്ചന പോലും പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്തേ ആ നായക്ക് സ്വർഗം കിട്ടാൻ കാരണോ? ഒന്നുമല്ല, ദക്കിയാനൂസിന്റെ പട്ടാളക്കാര് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ പടച്ചോനെ പേടിച്ചു ജീവിക്കുന്ന 7 ചെറുപ്പക്കാരുണ്ടായിരുന്നു ആ നാട്ടില്. ആ നാട്ടിലെ രാജാവ് ദക്കിയാനൂസാണ്. ദക്കിയാനൂസ് ക്രൂരനാണ്, അക്രമിയായ രാജാവാണ്. അയാൾ അനുസരിക്കാത്തതിന്റെ പേരില്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില് 7 ചെറുപ്പക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർക്ക് നിർദ്ദേശം കൊടുത്തപ്പോ പട്ടാളക്കാര് ഈ 7 ചെറുപ്പക്കാരെ തെരയുന്നുണ്ടെന്ന വാർത്ത കിട്ടിയപ്പോ 7 ചെറുപ്പക്കാർ ഒരു ഗുഹാമുഖത്ത് ഗുഹയിൽ ഒളിച്ചുകൊണ്ട് അവർ ഒളിത്താവളം തേടി പുറപ്പെട്ടപ്പോ അവരെ പിന്നാലെ ഒരു നായ വന്നു. നായ വന്നപ്പോ സ്വാഭാവികമായും ഓരോരുത്തരും ചിന്തിക്കുമല്ലോ, നായ നമ്മളെ പിന്നാലെ വന്നാല് നമ്മൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നായ കുരക്കൂ. നായ കുരച്ചാൽ ആളുകൾ നായയുടെ കുരച്ചിൽ കേൾക്കുന്നിടത്തിട്ട് ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി തെരഞ്ഞു വരുമല്ലോ. അതുകൊണ്ട് ഈ നായ നമ്മൾക്ക് അപകടമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നാലെ ഓടി വരുന്ന നായയെ പറജമൂഹു കല്ലെടുത്തിട്ട് 7 ചെറുപ്പക്കാർ എറിഞ്ഞു. ഒരു വട്ടം എറിഞ്ഞു, രണ്ടാമത്തെ വട്ടം എറിഞ്ഞു, മൂന്നാമത്തെ വട്ടം എറിയാൻ വേണ്ടി കല്ലെടുത്തപ്പോ നായ ഫതകല്ലമൽ കൽബു, നായ വർത്താനം പറഞ്ഞു. ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ലാ തർജുമൂനി, എന്നെ എറിയണ്ടടാ. ഞാൻ നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നവനല്ല, ഞാൻ നിങ്ങളെ ശത്രുവല്ല. ഞാൻ നിങ്ങളെ കൂടെ കൂടിയത് ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്. അല്ലാഹനെ സ്നേഹിച്ച നിങ്ങളെ സ്നേഹിച്ചിട്ട് പിന്നാലെ കൂടിയതാ. ഞാൻ നിങ്ങളെ ശത്രുവല്ല, അതുകൊണ്ട് എന്നെ എറിഞ്ഞോട്ടിക്കണ്ടെന്ന് പറഞ്ഞു. അവരാ നായയും കൂട്ടിയിട്ട് ഗുഹയിലേക്ക് കടന്നു. നായ ഗുഹയുടെ പുറത്ത് കാവൽ കടന്നു. എത്ര കൊല്ലം? 309 കൊല്ലം ആ നായ കിടന്നുറങ്ങി. അല്ലാഹുവിന്റെ ഖുർആൻ ആ നായന്റെ ചരിത്രം പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിലൂടെ. പിന്നെ അല്ലാഹുവിന്റെ ഖുർആൻ ആ നായനെ കുറിച്ച് പറഞ്ഞത് വസാമിനുഹും
കൽബുഹു. ഔലിയാക്കളെ കൂട്ടത്തിൽ എട്ടാമൻ ആരാണെന്നറിയോ? അവരെ കൂടെ കൂടിയ നായയാ. നായക്ക് വിലായത്തിന്റെ പട്ടം കൊടുത്തു ഖുർആന്. വസാമിനുഹും കൽബുഹും. ഔലിയാക്കളുടെ കൂട്ടത്തിൽ എട്ടാമത്തവന് അവരെ പിന്നാലെ പോയ നായയാ. ആ നായനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂലിനോട് കഥ പറയുന്നത്. നബിയേ, ലവി തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ വലമുലിത മിൻഹു റുഅബാ. നായടക്കം കിടക്കുന്ന കിടത്തം നബിയേ, നിങ്ങൾ ഒരു വേള കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കുമായിരുന്നു. ആ നായ സ്വർഗത്തിലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ നായക്ക് കിട്ടിയ പവർ? ഇന്നി ഉഹിബ്ബു അല്ലാഹുവിനെ സ്നേഹിച്ചങ്ങളോട് എനിക്കിഷ്ടാണ്. അല്ലാഹു ആ മഹബ്ബത്ത് മഹാനായ ഗൗസ് തങ്ങളോട്, മഹാന്മാരായ മശായിഖുമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനസ്സിലൊക്കെ അതുപോലെയുള്ള മഹബ്ബത്ത് നിറച്ചു തരട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.